ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. N.K. ശശിധരൻ എഴുതിയ നോവൽ അഗ്നിമുഖം. അധ്യായം 28. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ ടിപ്പർ കാറിൽ വന്നിടിച്ചു കഴിഞ്ഞിരുന്നു. ബോണറ്റ് ഇളകി. നരേന്ദ്രൻ സ്റ്റിയറിംഗ് വീലിലേക്ക് ചാഞ്ഞു. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് കൂടുതൽ അപകടമൊന്നും ഉണ്ടായില്ല. ഒരു നിമിഷം അങ്ങനെ ചാഞ്ഞു കിടന്നുകൊണ്ട് നരേന്ദ്രൻ ശത്രുവിൻ്റെ അടുത്ത നീക്കത്തിന് കാതോർത്തു. താൻ ജീവനോടെയുണ്ടോ എന്നറിയാൻ ടിപ്പറിൻ്റെ ഡ്രൈവർ ശ്രമിക്കുമെന്ന് നരേന്ദ്രൻ ഉറപ്പായിരുന്നു. അയാൾ റിവോൾവർ പുറത്തെടുത്തു. പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. ടിപ്പർ അതിവേഗം പിന്നോട്ട് നീങ്ങി. നിമിഷാർദ്ധമേ വേണ്ടി വന്നുള്ളൂ ശത്രുവിൻ്റെ മനസ്സറിയാൻ. നരേന്ദ്രൻ മുന്നോട്ട് നിവർന്ന് റിയർ വ്യൂ ഗ്ലാസ്സിലേക്ക് നോക്കി. പിന്നെ റിവോൾവർ ടിപ്പറിലേക്ക് നീട്ടിപ്പിടിച്ചു. ടിപ്പർ കാറിന് നേരെ കുതിച്ചു വരുന്നുണ്ടായിരുന്നു. ട്രിഗറിൽ വിരലമർന്നു. ഒരു ബുള്ളറ്റ് ചീറിയെത്തി ടിപ്പറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് തകർത്തു. അതിനിടയിൽ കാർ സ്റ്റാർട്ടായി. അതിവേഗം മുന്നോട്ട് നീങ്ങി. വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞു. ടിപ്പർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മുന്നിലുണ്ടായിരുന്ന ഒരു ലോറിയിൽ വന്നിടിച്ച് ഇടത്തോട്ട് ചെരിഞ്ഞു. എതിരെ വന്നിരുന്ന ബസ്സിലിടിക്കാതെ നരേന്ദ്രൻ സമൃദ്ധമായി ഡ്രൈവ് ചെയ്ത് റോഡിൻ്റെ ഇടതുവശത്തെത്തി. ബ്രേക്കിൽ കാലമർത്തുന്നതിന് മുൻപേ മറ്റൊരപകടം കാറിന് നേരെ കുതിച്ചു പാഞ്ഞു വരുന്നത് അയാൾ കണ്ടു. അതൊരു ട്രക്കായിരുന്നു. വീണ്ടും വിരൽ ട്രിഗറിൽ അമർന്നു. ഒരു ബുള്ളറ്റ് കൂടി പറന്നു. ട്രക്കിൻ്റെ ടയർ തുളഞ്ഞ് കാതടപ്പിക്കുന്ന ശബ്ദം. എതിരെ മറ്റു വാഹനങ്ങളൊന്നും വരില്ലെന്ന വിശ്വാസത്തോടെ നരേന്ദ്രൻ ഒരു വട്ടം കൂടി വലത്തോട്ട് വെട്ടിയൊഴിഞ്ഞു. ട്രക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് താഴേക്ക് ഊർന്നിറങ്ങിയിരുന്നു. അപ്പോൾ അതിവേഗം പോളോ കാറിന് നേരെ പാഞ്ഞടുക്കുന്ന ഒരു ടാങ്കർ റിയർ വ്യൂ മിററിൽ കണ്ടു നരേന്ദ്രൻ. ആ ടാങ്കറിൻ്റെ ലക്ഷ്യവും താൻ തന്നെയെന്ന് ഒട്ടും വൈകാതെ അയാൾ തിരിച്ചറിഞ്ഞു. റിവോൾവർ പിന്നിലേക്ക് തിരിച്ച് ഇടതുകൈ സ്റ്റിയറിംഗ് വീലിൽ അമർത്തിപ്പിടിച്ച് അയാൾ ആക്സിലേറ്റർ ഞെരിച്ചു. അതിനേക്കാൾ വേഗത്തിലാണ് ടാങ്കർ പിന്തുടർന്നിരുന്നത്. ഒരു കൂട്ടം ഗുണ്ടകളാണ് തന്നെ സ്കെച്ച് ചെയ്യുന്നതെന്ന് ആ നിമിഷം നരേന്ദ്രൻ അറിഞ്ഞു. പിന്നിൽ കളിക്കുന്നത് ജോഷിയും ദർശനുമാകണം. അപ്പോൾ ഈ കൊട്ടേഷൻ അണലി രഘുവിൻ്റേത് തന്നെ. ടാങ്കറിന് വേഗം കൂടുകയാണ്. പിന്നിൽ വേറെയും വാഹനങ്ങളുണ്ടാവാം. പോക്കറ്റ് റോഡുകളിൽ നിന്ന് ഇനിയും ടിപ്പറുകൾ വരാം. നരേന്ദ്രൻ്റെ ചിന്തകളേക്കാൾ വേഗത്തിലാണ് ഹെഡ്ലൈറ്റുകൾ അണച്ചുകൊണ്ട് ഒരു റിക്കവറി വാൻ പോളോ കാറിൻ്റെ മുന്നിലേക്ക് വന്നത്. വലത്തോട്ട് വെട്ടിക്കാനാവില്ല. അവിടെ ഒരു നിസാനുണ്ട്. ടാങ്കറും റിക്കവറി വാനും ചേർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഈ പോളോ ഞെരിച്ചുടയ്ക്കും. ആ കാറിനുള്ളിൽ ചോര വാർന്ന്. ആലോചിക്കാനുള്ള സമയമില്ല. ടാങ്കർ തൊട്ടില്ല എന്ന മട്ടിൽ പിന്നിലുണ്ട്. റിക്കവറി വാൻ ഇപ്പോൾ മുഖാമുഖം. റോഡരികിലായി പ്രതീക്ഷ നൽകിക്കൊണ്ട് ആ തണൽമരം. അത് കടവിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഒരു നിമിഷം ഇമ്മകൾ തുറന്നടയുന്ന നേരം നരേന്ദ്രൻ കാർ ഇടത്തോട്ട് വെട്ടിച്ചു. അതേ നിമിഷാർദ്ധം തന്നെ ടാങ്കറും റിക്കവറി വാനും കൂട്ടിയിടിച്ചു. പിന്നിൽ നിന്ന് ദിഗന്ധം പിളരുന്ന നിലവിളി കേട്ടു. കാർ പുഴയിലേക്കുള്ള വഴിയിലൂടെ ഇറക്കമിറങ്ങി മുന്നോട്ടുരുണ്ടു. പുഴ ഇറമ്പിലെത്തിയതോടെ നരേന്ദ്രൻ ബ്രേക്കിൽ കാലമർത്തി. ബോണറ്റ് ഇളകി വീണു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ അയാൾ ഡോർ തുറക്കാൻ ശ്രമിച്ചു. ബോണറ്റ് പോലെ തന്നെ ഡോർ ഇളകി വീണു. പുറത്തിറങ്ങിയ നരേന്ദ്രൻ അപ്പോൾ തന്നെ അനന്തകൃഷ്ണനെ വിളിച്ചു. ആദ്യ റിങ്ങിന് തന്നെ അയാൾ ഫോണെടുത്തു. 5 മിനിറ്റേ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. ദൂരെ പോലീസ് ജീപ്പിൻ്റെ സൈറൺ കേട്ടു. നരേന്ദ്രൻ്റെ ഫോൺ ശബ്ദിച്ചു. ലൈനിൽ അനന്തകൃഷ്ണനായിരുന്നു. അയാളോട് കടവിലേക്ക് വരാൻ നരേന്ദ്രൻ പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് ജീപ്പ് നരേന്ദ്രൻ്റെ അടുത്തെത്തി. ജീപ്പിലേക്ക് കയറുമ്പോൾ അയാൾ ചോദിച്ചു, ജീവനോടെയുണ്ടോ ആരെങ്കിലും? മറുപടി പോലെ വയർലെസ് ശബ്ദിച്ചു. നരേന്ദ്രൻ അറിയാൻ ആഗ്രഹിച്ച കൃത്യമായ വിവരങ്ങളായിരുന്നു വയർലെസ് മെസ്സേജായി വന്നുകൊണ്ടിരുന്നത്. തോട്ടുമുഖത്ത് ആക്സിഡന്റ്. റിക്കവറി വാനും ടാങ്കറും കൂട്ടിയിടിച്ചു. ഡ്രൈവേഴ്സ് 2 പേരും കൊല്ലപ്പെട്ടു. ടാങ്കറിൽ പെട്രോളുണ്ട്. ഫയർഫോഴ്സ് സ്പോട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഓവർ. തൊട്ടുപിന്നാലെ മറ്റൊരു മെസ്സേജ്. തോട്ടുമുഖത്ത് തന്നെ മറ്റൊരപകടം. ടിപ്പർ ലോറിയിൽ വന്നിടിക്കുകയായിരുന്നു. ആർക്കും കാര്യമായ പരിക്കില്ല. പോലീസ് സ്പോട്ടിലുണ്ട്. ഓവർ. ജീപ്പ് മെയിൻ റോഡിലേക്ക് കയറി. പോലീസും ഫയർഫോഴ്സും ചേർന്ന് റിക്കവറി വാനും ടാങ്കറും റോഡിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ടിരുന്നു. ആംബുലൻസിലേക്ക് ബോഡികൾ മാറ്റുകയാണ് സിവിൽ പോലീസ് ഓഫീസർമാർ. പാഴാക്കാൻ ഒരു സെക്കൻഡ് പോലുമില്ല അനന്തു, നരേന്ദ്രൻ പറഞ്ഞു. 2 പേർ ജീവനോടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അവർ അണലി രഘുവിൻ്റെ ഗ്യാങ്ങിൽപ്പെട്ടവരാവണം. ചോദ്യം ചെയ്താൽ രഘു എവിടെയുണ്ടെന്നറിയാൻ പറ്റും. ഈ രാത്രി നമുക്കവനെ കണ്ടുപിടിച്ചേ തീരൂ. പുലർന്നാൽ പിന്നെ കിട്ടിയെന്ന് വരില്ല. ഓക്കെ സാർ. അപ്പോഴാണ് അനന്തകൃഷ്ണൻ നരേന്ദ്രനെ നെറ്റിമുറിഞ്ഞ് ചോര ഒഴുകുന്നത് കണ്ടത്. അയ്യോ സാർ, ചോര. എവിടെ?
നെറ്റി മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം സാർ. അനന്തകൃഷ്ണൻ നെറ്റിയിലെ മുറിവ് കാണിച്ചു കൊടുത്തു. പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് നെറ്റിയിലെ മുറിവിൽ അമർത്തി പിടിച്ചുകൊണ്ട് നരേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ നാളെ. ഇപ്പോൾ നമുക്ക് അതിനൊന്നും സമയമില്ല അനന്തു. ആദ്യം അണലി, അവൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്, എത്രയും പെട്ടെന്ന്. ഓക്കെ സാർ. നരേന്ദ്രൻ്റെ വീടിന് മുന്നിലെത്തുന്നതുവരെ പിന്നെ അനന്തകൃഷ്ണൻ ശബ്ദിച്ചില്ല. ഗേറ്റിന് മുന്നിൽ ജീപ്പ് നിന്നു. നരേന്ദ്രൻ ഇറങ്ങി ഗേറ്റ് തുറന്നു. അകത്തേക്ക് കടന്നപ്പോൾ അനന്തകൃഷ്ണൻ മെല്ലെ വിളിച്ചു, സർ. എന്താ അനന്തു? ഒരു റിക്വസ്റ്റുണ്ട്. നരേന്ദ്രൻ അത്ഭുതത്തോടെ അനന്തകൃഷ്ണനെ നോക്കി. അനന്തകൃഷ്ണൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, ലഹരിയുടെ ഹബ്ബാണ് നമ്മുടെ കൊച്ചി. നാടൻ കഞ്ചാവ് മുതൽ കൊക്കൈൻ വരെ ഒഴുകിയെത്തുന്ന കേന്ദ്രം. ഓൺലൈൻ ലഹരി വ്യാപാരികളും ഇവിടെ സജീവം. ആ ലഹരി നാടാകെ വിതരണം ചെയ്യുന്നത് അണലി രഘുവിൻ്റെ ഈ കില്ലർ ഗ്യാങ്ങാണ്. ചോദിച്ച പണം കൊടുത്താൽ ഈ സംഘം ഇരുചെവി അറിയാതെ ആരെ വേണമെങ്കിലും കൊന്നുതരും. എത്ര ഉന്നതനാണെങ്കിലും. എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഈ വൃത്തികെട്ടവൻ അറിയാൻ സാർ. അറിയാത്ത കേസുകൾ ഒരുപാടുണ്ട്. എത്ര പേരെ കൊന്നുതള്ളി, എത്ര യുവതികൾ പീഡിപ്പിക്കപ്പെട്ടു. ഇതിന് ഒരവസാനം വേണ്ടേ? അനന്തകൃഷ്ണൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായിട്ടും നരേന്ദ്രൻ ചോദിച്ചു, എന്താ അനന്തു? വാട്ട് യു മീൻ? ഈ രാത്രി നമ്മളവനെ തേടാൻ പോവുകയാണ്. ആരൊക്കെ തിരിച്ചു വരുമെന്ന് യാതൊരുറപ്പുമില്ല. അണലി രഘുവിൻ്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. ഒരുപക്ഷെ AK-47 പോലും. അനന്തകൃഷ്ണൻ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ടുനിന്നു നരേന്ദ്രൻ. പക്ഷേ തിരിച്ചൊരക്ഷരം പോലും പറഞ്ഞില്ല. അനന്തകൃഷ്ണൻ തുടർന്നു, നമ്മൾ ജീവൻ പണയം വെച്ച് അണലി രഘുവിനെ കസ്റ്റഡിയിലെടുത്താലും ഒട്ടും വൈകാതെ അവൻ പുറത്തുവരും. വിളിക്കുന്നത് MLA-മാർ മാത്രമല്ല, മന്ത്രിമാരും MP-മാരും ഉണ്ടാവും. വൻതോക്കുകൾ വേറെ. തൊടാൻ പറ്റില്ല നമുക്കവനെ. പുറത്തിറങ്ങിയാൽ പൂർവാധികം കരുത്തോടെ അണലി രഘു ഈ സിറ്റി ഭരിക്കും. ഒരുപാട് ചെറുപ്പക്കാരെ വീണ്ടും അവൻ ലഹരിയുടെ വഴിയിലേക്ക് നയിക്കും. ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട് ഡ്രഗ് കോറിഡോർ ആവും. അത് തടയാൻ ഇപ്പോൾ നമുക്കേ കഴിയൂ. നമുക്ക് മാത്രം. നമ്മുടെ നവാസിനെ വെട്ടിയ ആ റാസ്കൽ നാളത്തെ സൂര്യോദയം കാണാനുണ്ടാവരുത്. അനന്തകൃഷ്ണൻ്റെ കണ്ണുകളിൽ അപ്പോൾ നരേന്ദ്രൻ കണ്ടത് ബോൺ ക്രിമിനലുകളോടുള്ള പകയാണ്. ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ പോലീസുകാരും കാക്കിയെ ഇതുപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ നാട് പണ്ടേ നന്നാവുമായിരുന്നുവെന്ന് അയാൾ ഓർമ്മിച്ചു. അനന്തകൃഷ്ണന് ഒരു ഉത്തരം കൊടുക്കണം. യെസ് അല്ലെങ്കിൽ നോ. അണലി രഘു പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വിഷവൃക്ഷമാണ്. അതിൻ്റെ വേരുകൾ അർബുദമായി നാടിൻ്റെ ഹൃദയത്തിലേക്ക് ചൂടുന്നിറങ്ങുന്നതിന് മുൻപേ തായ്വേരറക്കണം. നരേന്ദ്രൻ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് റിവോൾവർ പുറത്തെടുത്തു. അനന്തകൃഷ്ണനെ നോക്കി അയാൾ പറഞ്ഞു, ചിലപ്പോഴൊക്കെ നമുക്കും തെറ്റുകൾ ചെയ്യേണ്ടി വരും. അത് ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടിയാവുമ്പോൾ പിന്നെ മറ്റൊന്നും ചിന്തിക്കാനില്ല. ഈ റിവോൾവറിൽ ഇനിയും ബുള്ളറ്റുണ്ട്. അതിലൊന്ന് നമിതയ്ക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഞാൻ. തൻ്റെ മനസ്സിൽ ആളിയിരുന്ന തീജ്വാലകൾ അനന്തകൃഷ്ണൻ അപ്പോൾ നരേന്ദ്രൻ്റെ കണ്ണുകളിൽ കണ്ടു. വിടർന്ന ചിരിയോടെ അനന്തകൃഷ്ണൻ പറഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിക്കും. അണലി രഘു എവിടെയുണ്ടെന്ന് പറയാൻ. അയാൾ അറ്റൻഷനായി നരേന്ദ്രനെ സല്യൂട്ട് ചെയ്തു. പിന്നെ ജീപ്പിന് നേരെ കുതിച്ചു. ജീപ്പിൻ്റെ തീക്കണ്ണുകൾ ഇരുട്ട് പിളർന്ന് മുന്നോട്ടുരുണ്ടു. ആ ചുവന്ന റെനോക്കിഡ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എളമക്കരയിലേക്ക് തിരിഞ്ഞു. റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു. നൈറ്റ് പട്രോളിംഗ് വിങ്ങിൽപ്പെട്ട ഒരു പോലീസ് ജീപ്പ് എതിരെ വന്നെങ്കിലും വേഗം കുറയ്ക്കാതെ കടന്നുപോയി. ആരും പിന്തുടരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കാവ്യ നമിതയുടെ വീടിന് നേരെ തിരിഞ്ഞത്. വീടിന് മുന്നിലെത്തി കാർ നിർത്തിയിട്ട് അവൾ ചുറ്റും നോക്കി. സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ ഒരിടം വേണം. അധികം വൈകാതെ അവൾ അത് കണ്ടുപിടിച്ചു. റോഡിനോട് ചേർന്നുള്ള ഒരു പുരയിടം. ഗേറ്റില്ല. വൃക്ഷങ്ങൾ ധാരാളമുണ്ട്. റോഡിലൂടെ പോകുന്ന ഒരു വാഹനവും റെനോക്കിഡ് കണ്ടെത്താനിടയില്ല. കാവ്യ കാർ പുരയിടത്തിനുള്ളിലേക്ക് കയറ്റി. വലിയൊരു ഇലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിൽ പാർക്ക് ചെയ്തിട്ട് ഹെഡ്ലൈറ്റുകൾ അണച്ച് അവൾ പുറത്തിറങ്ങി. സംശയിക്കത്തക്കതായി ഒന്നുമില്ല. ആരും പിന്തുടരുന്നില്ല. പ്രതീക്ഷിക്കാത്ത ഒരാളെ അസമയത്ത് കാണുമ്പോൾ ഗോമതി എങ്ങനെയാകും പ്രതികരിക്കുക? അതുമാത്രമേ പേടിയുള്ളൂ. പോലീസ് കുരുക്കു മുറുക്കിക്കഴിഞ്ഞു. പകൽ വെളിച്ചത്തിൽ ഇനി കാവ്യയ്ക്ക് പുറത്തിറങ്ങി നടക്കാനാവില്ലല്ലോ. അവൾ വീടിൻ്റെ മുറ്റത്തെത്തി. പിന്നെ വരാന്തയിലേക്ക് കയറി. കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് കണ്ട് കാവ്യ ഒരു നിമിഷം സംശയിച്ചു. ബെല്ലടിച്ച് ഗോമതിയെ ഉണർത്തണോ? എന്തുതന്നെ സംഭവിച്ചാലും നമിതയുടെ അമ്മയെ കാണാതെ നിലമ്പൂർക്ക് പോകാനാവില്ല. പെൻഡ്രൈവ് കിട്ടുന്നതുവരെ ഗൗരിശങ്കർ അമ്മയെയും കീർത്തനയെയും ഒന്നും ചെയ്യില്ല. അതുറപ്പാണ്. അയാളുടെ ജീവൻ്റെ വിലയുണ്ടല്ലോ അതിന്.
എന്തും വരട്ടെ എന്നുറപ്പിച്ചുകൊണ്ട് കാവ്യ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. അകത്ത് ബെൽ ശബ്ദം കേട്ടു. രാത്രി അതിക്രമിച്ചിട്ടും ഗോമതി ഉറങ്ങിയിരുന്നില്ല. അവരുടെ മനസ്സ് നിറയെ അപ്പോഴും നമിതയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ആരാത്? നേർത്ത ശബ്ദത്തിലാണ് ഗോമതി ചോദിച്ചത്. കാവ്യ പ്രതികരിച്ചില്ല. ഗോമതി പുറത്തെ ലൈറ്റിട്ടു. പിന്നെ വാതിൽ തുറന്നു പുറത്തിറങ്ങി. മുന്നിൽ നിന്നിരുന്ന സുന്ദരിയായ യുവതിയെ ഗോമതിക്ക് മനസ്സിലായില്ല. ആരാ? പതിഞ്ഞ സ്വരത്തിൽ ഗോമതി ചോദിച്ചു. ഒരു സ്നേഹമന്ത്രണമാണ് മറുപടിയായി കിട്ടിയത്. അമ്മേ. ആ ശബ്ദം കാലത്തിൻ്റെ പിന്നിൽ നിന്നാണ് ഗോമതി കേട്ടത്. നമിതയാണ് മുന്നിൽ. തന്നെയും ഹരിയെയും ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണവൾ. ഹരിയോട് പറയണ്ടേ? കാവ്യ ഗോമതിയുടെ മനസ്സ് വായിച്ചു. നമിതയെപ്പറ്റി ഓർക്കുകയാണ് ഗോമതിയെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മേ, ഞാൻ നമിതയുടെ കൂട്ടുകാരിയാണ്, കാവ്യ. ഗോമതിയുടെ ശബ്ദത്തിൽ കണ്ണുനീർ കലർന്നു. നമിത എന്നെ വിട്ടുപോയത് നീ അറിഞ്ഞില്ലേ കുട്ടി? കാവ്യ മുന്നോട്ട് ചെന്ന് ഗോമതിയെ ചേർത്ത് പിടിച്ചു. എല്ലാം അറിയാം. കുയിലി ഇവിടെ വന്ന് അമ്മയെ കണ്ടതുവരെ, ഗോമതി പറഞ്ഞു. അവൾ നമിതയുടെ പുസ്തകവും കുറച്ച് ഡ്രസ്സും പിന്നെന്തൊക്കെയോ കടലാസുകളുമൊക്കെ ഇവിടെ തന്നിരുന്നു. അതൊക്കെ ഒരാഴ്ച മുൻപ് കുറേ ഗുണ്ടകൾ വന്ന് എടുത്തോണ്ട് പോയി. എന്നെ ഒരുപാട് ദ്രോഹിച്ചു അവർ. ഏതാണ്ടൊക്കെയോ വേണമെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഒക്കെ കൊണ്ടുപോയിക്കോട്ടെ. വേണമെങ്കിൽ എൻ്റെ ജീവനും എടുത്തോട്ടെ. അവൾ പോയില്ലേ? അതിലും വില പിടിച്ചതൊന്നും ഇനി ഈ വീട്ടിലില്ല. ഗൗരിശങ്കറിൻ്റെ ഗുണ്ടകളാണ് ഗോമതിയെ ഉപദ്രവിച്ചതെന്ന് കാവ്യയ്ക്ക് മനസ്സിലായി. അവൾ ചോദിച്ചു. അവർ ചോദിച്ചത് ലാപ്ടോപ്പും പെൻഡ്രൈവുമല്ലേ? അങ്ങനെ എന്തോ ആണ്. എല്ലാം കുഴച്ചു മറിച്ച് അവരെ ഇവിടെയൊക്കെ തേടി. അത് ഒടുവിലാ ചോദിച്ചത്, കുയിലി എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ടോ എന്ന്. എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. ഒടുവിൽ എൻ്റെ നാഭിക്കൊരു ചവിട്ട് തന്നിട്ട് എന്തൊക്കെയോ എടുത്തുകൊണ്ടുപോയി. കാവ്യ ഗോമതിയെയും കൊണ്ട് മുറിക്കുള്ളിലേക്ക് കിടന്നു. പിന്നെ അവൾ വാതിലടച്ച് കുറ്റിയിട്ടു. ആ ലൈറ്റും കെടുത്തിയേക്ക്. ഗോമതി പേടിയോടെ കാവ്യയെ നോക്കി. എന്തിനാ മോളെ? കുയിലിയെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ പുറത്തു കൊലയാളികൾ കാത്തു നിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഗോമതി മുറിയിലെയും വരാന്തയിലെയും ലൈറ്റുകൾ ഓഫ് ചെയ്തു. പിന്നെ പതറിയ സ്വരത്തിൽ ചോദിച്ചു. കുയിലിയെ കൊന്നോ? ആരാ കൊന്നത്? എന്തിനാ കൊന്നത്? ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞ് അമ്മയെ ഞാൻ പേടിപ്പിക്കില്ല. പക്ഷേ ഒരു കാര്യം അമ്മ അറിയണം. എന്നെയും കുയിലിയെയും മാത്രമല്ല നമിതയെയും കൊലയാളികൾ നോട്ടമിട്ടിരുന്നു. ഇവിടെ വന്ന് ചിലർ ചോദിച്ചില്ലേ പെൻഡ്രൈവിനെയും ലാപ്ടോപ്പിനെയും പറ്റി? അത് നമിതയുടെ കയ്യിലുണ്ടാവുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണവർ നമിതയെ പിന്തുടർന്നത് ബാംഗ്ലൂർ മുതൽ. അവരെ പേടിച്ചിട്ടാണോ നമിത ട്രെയിനിന് മുന്നിൽ ചാടിയത്? അവൾക്ക് പോലീസിനോട് പറയായിരുന്നല്ലോ മോളെ. കാവ്യ ആ ഇരുട്ടിലും ഗോമതിയുടെ കണ്ണുകളിലെ നനവ് കണ്ടു. പതിഞ്ഞ ശബ്ദത്തിൽ കാവ്യ ചോദിച്ചു. പോലീസല്ലേ അമ്മയോട് നമിത ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞത്? ഗോമതിയുടെ ശബ്ദം പിടഞ്ഞു. അവൾ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചതല്ലേ? അങ്ങനെയാണല്ലോ എല്ലാവരും എന്നോട് പറഞ്ഞത്. അമ്മ സത്യമറിയണം, കാവ്യ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അവൾക്ക് ഈ അമ്മയെയും അവളുടെ സ്വന്തം ഹരിയേട്ടനെയും. നിങ്ങൾ രണ്ടുപേരെയും തനിച്ചാക്കിയിട്ട് നമിത പോവോ? പോവില്ല, പോയിട്ടില്ല. അവളെ കൊന്നതാണ് കുറേ പിശാചുക്കൾ ചേർന്ന്. ഇനിയൊരിക്കലും അമ്മ നമിതയെ കുറ്റപ്പെടുത്താതിരിക്കാനാ ഇപ്പോൾ ഞാനിത് പറയുന്നത്. നമിതയും കുയിലിയും പോയി. ഇനി ഞാനേയുള്ളൂ ബാക്കി. എന്നെ തേടി നടന്നവർക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ എന്നോടൊപ്പം എൻ്റെ അമ്മയും അനിയത്തി കീർത്തനയും കൊല്ലപ്പെട്ടുവെന്ന് വരും. ഗോമതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നനഞ്ഞ ശബ്ദത്തിൽ അവർ വിളിച്ചു. മോളെ. കാവ്യ തുടർന്നു. ഞാൻ ഹരിയെ കണ്ടിരുന്നു. ഇപ്പോൾ അമ്മയെ കണ്ടല്ലോ. ഇനി ഒരാളെ കൂടി കാണാനുണ്ട്. പിന്നെ എനിക്ക് പോകേണ്ടത് ഈ ഭൂമിയിൽ ഞാൻ മരിച്ചു കിടക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഗൗരിശങ്കർ എന്ന ഒരസുരൻ്റെ മുന്നിലേക്ക്. ലാപ്ടോപ്പോ പെൻഡ്രൈവോ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ. പൂർത്തിയാക്കാൻ ഗോമതി അനുവദിച്ചില്ല. അവർ കാവ്യയുടെ വായ് പൊത്തിപ്പിടിച്ചു. പറയരുത്, അങ്ങനെയൊന്നുമുണ്ടാവില്ല. ഈ അമ്മയുടെ പ്രാർത്ഥനയുണ്ടാവും നിനക്ക് തുണയായിട്ട്. നമിതയ്ക്ക് പകരമായിട്ട് എനിക്ക് നിന്നെ വേണം കുട്ടി. അമ്മയെന്നല്ലേ വിളിച്ചത്? നിന്റെ അമ്മ തന്നെയാണ് ഞാൻ. എനിക്ക് സത്യം പറഞ്ഞു തന്നുവല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോളെ ശപിച്ചിട്ടുണ്ട് ഞാൻ, ചീത്ത പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയിട്ടും സ്വൈര്യം കൊടുത്തിട്ടില്ല ഞാൻ. വരുന്നവരോടും പോകുന്നവരോടുമൊക്കെ നമിതയെക്കുറിച്ച് ഒരു നല്ല വാക്കുപോലും പറഞ്ഞിട്ടില്ല ഞാൻ. അങ്ങേ ലോകത്തിരുന്ന് ഇപ്പോഴും കരയുന്നുണ്ടാവും എൻ്റെ മോള്.
അവൾ ക്ഷമിക്കുമായിരിക്കും അല്ലേ? അമ്മയല്ലേ ഞാൻ? എന്നാലും ഇനി ഈ നാവുകൊണ്ട് ഈ അമ്മ എൻ്റെ മോളെപ്പറ്റി നല്ലതേ പറയൂ. കാവ്യ ഗോമതിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ മനസ്സിന് നല്ല ആശ്വാസം തോന്നുന്നു. നമിത പറഞ്ഞു തന്നതൊക്കെ സത്യമാണ്. സ്നേഹമയ്യായ ഒരമ്മ, ഇപ്പോഴും നമിതയെ ഓർത്ത് ഓരോ ദിവസവും തള്ളി നീക്കുന്ന ഹരി. ഈശ്വരൻ എന്തുകൊണ്ടാവും സ്നേഹിക്കുന്ന ആ മനസ്സുകളെ ഒന്നിപ്പിക്കാതിരുന്നത്? ശരിയാണ് മോളെ, ഹരിക്ക് അത്രയ്ക്കും ജീവനായിരുന്നു നമിതയെ. നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. സാരമില്ല, ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ സങ്കടം തോന്നില്ല. കാവ്യ ഗോമതിയുടെ കയ്യിൽ നിന്ന് കൈ വലിച്ചെടുത്തു. സമയം ഒരുപാടായി. പുലരുന്നതിന് മുൻപ് എനിക്ക് ഈ നഗരം വിടണം. പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. പോട്ടെ അമ്മേ. കരഞ്ഞു തളർന്ന ഗോമതിയുടെ ശബ്ദം. ഞാൻ എന്തു പറയാനാ മോളെ? കണ്ണീരിനിടയിലൂടെ കാവ്യ ചിരിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് മതി, അതുമാത്രം മതി. വാതിലടച്ചോളൂ. കാവ്യ പടികളിറങ്ങി കാറിനടുത്തേക്ക് നടന്നു. ഉറക്കത്തിൽ നിന്ന് ഡോക്ടർ അജയ് മോഹനെ ഉണർത്തിയത് കോളിംഗ് ബെല്ലിൻ്റെ സംഗീതസാന്ദ്രമായ ശബ്ദമാണ്. അയാൾ എഴുന്നേറ്റ് ലൈറ്റിട്ടു. പിന്നെ പുറത്തെ വാതിൽ തുറന്നു. അവിടെ തളർന്ന മുഖത്തോടെ കാവ്യ നിൽക്കുന്നത് അയാൾ കണ്ടു. അജയ് മോഹൻ റോഡിലെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പോലീസുണ്ട് പുറത്ത്. ഈ വീട് ഇപ്പോൾ അവരുടെ നിരീക്ഷണത്തിലാണ്. റൂറൽ SP നരേന്ദ്രൻ ഇവിടെ വന്നിരുന്നു. നിനക്ക് അഭയം തന്നത് ഞാനാണെന്ന് ഇപ്പോൾ അയാൾക്കറിയാം. കാവ്യ അകത്ത് കയറിയപ്പോൾ അജയ് മോഹൻ വാതിലടച്ചു. ലൈറ്റ് കെടുത്തിക്കോട്ടെ? അയാൾ ചോദിച്ചു. കാവ്യ പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപേ മനസ്സ് കൈമാറിയവരാണ് നമ്മൾ. പരസ്പരമൊന്ന് തൊട്ടിട്ട് പോലുമില്ല. അരുതാത്തതൊന്നും ഇപ്പോഴും സംഭവിക്കില്ല. അയാൾ ലൈറ്റ് കെടുത്തി. പോലീസ് റോന്ത് ചുറ്റുന്നുണ്ട്. ഏതു നിമിഷവും ഒരറസ്റ്റുണ്ടാവും. നിന്നെ സഹായിക്കുന്ന ആ ക്രിമിനൽ ഞാനാണെന്ന് നരേന്ദ്രൻ സംശയിക്കുന്നുണ്ട്. അല്ലെന്ന് പറഞ്ഞുകൂടെ? പറയണം. അത് നീ സുരക്ഷിതയായി ഈ സിറ്റി വിട്ടിട്ട്. അരുതാത്തതൊന്നും ഇനി പെട്ടെന്ന് സംഭവിക്കില്ല. അയാൾക്കെതിരെ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഞാൻ വിളിക്കാതെ അയാൾ വീട്ടിലേക്ക് വരില്ല. കിട്ടിയോ പെൻഡ്രൈവും ലാപ്ടോപ്പും? അജയ് മോഹൻ ചോദിച്ചു. കാവ്യ പറഞ്ഞു, ലാപ്ടോപ്പ് കുയിലിയുടെ ബാങ്ക് ലോക്കറിലുണ്ടാവും. പെൻഡ്രൈവ്? അജയ് മോഹൻ ഭീതിയോടെ ചോദിച്ചു. കാവ്യ മിണ്ടിയില്ല. ഗോമതിയുടെ വീട്ടിൽ അന്വേഷിച്ചില്ലേ? അവിടെയുണ്ടായിരുന്നതെല്ലാം ഗൗരിശങ്കറുടെ ആളുകൾ വന്ന് കൊണ്ടുപോയി. കൊല്ലപ്പെടുന്നതിന് മുൻപ് നമിത പെൻഡ്രൈവ് ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിലോ? അവളുടെ തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന പെണ്ണ് ഗൗരിശങ്കറിൻ്റെ ആളായിരുന്നെന്ന് അപ്പോഴറിയാൻ പറ്റിയില്ല. കാവ്യ പറഞ്ഞു. അത് വാസന്തി. കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, മാർത്താണ്ഡൻ. രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അജയ് മോഹൻ പറഞ്ഞു. അറിയാം. കാവ്യ പറഞ്ഞു. അവർ നമിതയ്ക്ക് മയക്കുമരുന്ന് കലർന്ന ജ്യൂസ് കൊടുത്തു. ബസ്സിൽ നിന്നിറങ്ങി അവൾ ഓടിയെത്തിയത് നിഖിലിൻ്റെ മുന്നിൽ. അവൻ നമിതയെ വില്ലയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പെൻഡ്രൈവ് അവളുടെ കയ്യിലുണ്ടായിരുന്നോ? പറയാൻ പറ്റില്ല. അവളുടെ ബാഗിൽ നിന്ന് അത് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഗൗരിശങ്കർ കുയിലിയെയോ എന്നെയോ വേട്ടയാടുമായിരുന്നില്ല. അതിനർത്ഥം പെൻഡ്രൈവും കൊണ്ടാണവൾ രക്ഷപ്പെട്ടതെന്നല്ലേ? എന്നിട്ടും അത് കിട്ടിയില്ലല്ലോ. അജയ് മോഹൻ വേവലാതിപ്പെട്ടു. അതിനെപ്പറ്റി ഞങ്ങൾ ജെയിംസിനോടും അജിയോടും സുധീഷിനോടും ഷാജുവിനോടുമൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഒരാളെങ്കിലും പറയാതിരിക്കുമോ? ശരിയാണ്. പോലീസിനോട് പോലും അവർ ആ പെൻഡ്രൈവിനെപ്പറ്റി മിണ്ടിയില്ല. ഓടുന്നതിനിടയിൽ ചിലപ്പോൾ അത് നമിതയുടെ കയ്യിൽ നിന്ന് വീണു പോയിട്ടുണ്ടാവാം. കാവ്യ പറഞ്ഞു. നിഖിലിൻ്റെ ബെൻസിലും തിരയേണ്ടതായിരുന്നു. ഇനി അത് പറ്റില്ലല്ലോ. ആ കാർ മൈത്രേയൻ്റെ ആളുകൾ കത്തിച്ചു. അധികം വൈകാതെ ഗൗരിശങ്കറിന് ആ ലാപ്ടോപ്പും പെൻഡ്രൈവും കൈമാറണ്ടേ? അജയ് മോഹൻ പതർച്ചയോടെ ചോദിച്ചു. വേണം. കൊടുത്തില്ലെങ്കിൽ നിന്റെ അമ്മയെയും അനിയത്തിയെയും അയാൾ... തൽക്കാലം അയാൾ ഒന്നും ചെയ്യില്ല. അതിനുള്ള മുൻകരുതലെടുത്തിട്ടുണ്ട് ഞാൻ. നിനക്ക് നടന്നതെല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞുകൂടെ കാവ്യേ? അവർ നിന്നെ മാപ്പുസാക്ഷിയാക്കും. നിന്റെ അമ്മയെയും അനിയത്തിയെയും രക്ഷിക്കും. കാവ്യ മെല്ലെ പറഞ്ഞു. എൻ്റെ കൂടെ ഇത്രയും നാൾ ഒപ്പം നിന്ന നല്ല ഒരു സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കേണ്ടേ ഞാൻ? എല്ലാം ചെയ്തത് അയാൾ തനിച്ചായിരുന്നുവെന്ന് മൊഴി കൊടുക്കണ്ടേ? എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അജയ് അങ്ങനെ പറഞ്ഞതെന്നറിയാം. ക്ഷമിക്കൂ, എനിക്കതാവില്ല. നമിതയുടെയും കുയിലിയുടെയും പിന്നാലെ പോകേണ്ടവളാണ് ഞാൻ. അവർക്ക് കിട്ടാത്ത ഒരു കാരുണ്യവും ഈ കാവ്യയ്ക്ക് വേണ്ട. അജയ് മോഹൻ്റെ ശബ്ദം താഴ്ന്നു. എല്ലാം മറന്ന് എന്നോടൊപ്പം സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു നിനക്ക്.
ഐഷ മെഡിക്കൽ കോളേജിലെ ചോരപുരണ്ട ഓർമ്മകൾ എന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുമായിരുന്നില്ല അജയ്. ഈ ലോകം അങ്ങനെയാണ്. ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല. ഭീതിയുടെ തടവറയിലാണ് നമ്മൾ ഓരോരുത്തരും. എന്നാലും ഒരു യുദ്ധം തുടങ്ങിവെക്കാനായല്ലോ എനിക്ക്. പകരം ഇനി മറ്റാരെങ്കിലും വരും. ഈ നാട്ടിലെ ചില ചാനലുകളെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ കാവ്യം ഉണ്ടാക്കിയ നല്ല തുടക്കത്തെപ്പറ്റിയാണ്. ഒരു നിമിഷം മൗനമായിരുന്നിട്ട് അജയ് മോഹൻ പറഞ്ഞു, അതിന് കാലം ഉത്തരം പറയട്ടെ. ഞാനിപ്പോൾ എൻ്റെ പഴയ കൂട്ടുകാരിയെപ്പറ്റി മാത്രമേ ഓർക്കുന്നുള്ളൂ. ഇപ്പോഴും ഒരേയൊരു വാക്ക് മതി. ഞാൻ ഉണ്ടാവും നിൻ്റെ കൂടെ. പഴയ കൂട്ടുകാരനായിട്ടല്ല, സ്വന്തമായിട്ട്. ഈ കഴുത്തിൽ ഒരു താലി ചാർത്തിയിട്ട് കാവ്യ ചിരിച്ചു. കൂടെ നിങ്ങൾക്ക് മരിക്കേണ്ടി വരും. തയ്യാറാണോ? അജയ് മോഹൻ ഇരുട്ടിൽ നിന്ന് കാവ്യയുടെ കൈ കണ്ടെടുത്ത് സ്വന്തം കയ്യിൽ ചേർത്തു. തയ്യാറാണെങ്കിലോ? കാവ്യ കൈ വലിച്ചെടുത്തു. വേണ്ട, നിങ്ങൾ ഇനിയും ഇവിടെ ബാക്കി വേണം. നല്ലൊരു ഡോക്ടറായിട്ട് ആ നല്ല ഓർമ്മകൾ ഇപ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോകുന്നു. താങ്ക് യു അജയ്, താങ്ക് യു. കാവ്യ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പിന്നാലെ എത്തി അജയ് വിളിച്ചു, കാവ്യേ, ഇനി നമ്മൾ കണ്ടെന്നു വരില്ല. പോട്ടെ അജയ്. കാവ്യ കാറിനടുത്തേക്ക് നീങ്ങി. നിസ്സഹായനായി അജയ് മോഹൻ അത് നോക്കി നിന്നു. 1 മണിക്കൂർ കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ട് പോയ അനന്തകൃഷ്ണൻ പുലരാറായിട്ടും വന്നില്ല. ഫോണിലും വിളിച്ചില്ല. നരേന്ദ്രൻ അയാളെ ബന്ധപ്പെട്ടു. പിടിയിലായ 2 പേരും നിലവിളിക്കാനല്ലാതെ വായ തുറക്കുന്നില്ലെന്നും അണലി രഘുവിനെപ്പറ്റി ഒന്നും അറിയാനായില്ലെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു. ഈർഷ്യയോടെ നരേന്ദ്രൻ ചോദിച്ചു, അവർ ഇപ്പോഴും ജീവനോടെയുണ്ടോ? ഉണ്ട് സർ. എങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കണം. അവർക്ക് അണലി എവിടെയുണ്ടെന്നറിയാം സർ. മനഃപൂർവ്വം പറയാത്തതാണ്. നരേന്ദ്രൻ ഒരു നിമിഷം നിശബ്ദനായി. അനന്തകൃഷ്ണൻ ചോദിച്ചു, കുറച്ചുകൂടി കടുപ്പിച്ച് ചോദിച്ചാൽ? വേണ്ട, നാളെ ഞാൻ ചോദിക്കാം അവരോട്. നരേന്ദ്രൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഓക്കെ സർ. നരേന്ദ്രൻ ലൈൻ കട്ട് ചെയ്തു. നേരം പുലർന്നു. പുതിയ ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് നരേന്ദ്രൻ ഉണർന്നത്. ടൗണിലെ മുഴുവൻ ഗുണ്ടകളെയും പിടികൂടണം. അതിന് പോലീസ് ഫോഴ്സ് ഒന്നിക്കണം. നാർക്കോട്ടിക് സ്ക്വാഡിനെയും വിവരമറിയിക്കണം. ആരിടപെട്ടാലും അവർക്കെതിരെ കേസെടുക്കണം. 9 മണിയോടെ അയാൾ കുളിച്ച് റെഡിയായി. കാർ അയക്കാൻ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് അനോണിമസ് നമ്പറിൽ നിന്നൊരു കോൾ വന്നത്. SP നരേന്ദ്രനല്ലേ? ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു സമ്മാനമുണ്ട്. അഡ്വക്കേറ്റ് ഇക്ബാലിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും. ജീവനുള്ള ആ സമ്മാനം. ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നരേന്ദ്രൻ പിടഞ്ഞുണർന്നു. അധ്യായം 29. ആ ശബ്ദം വീണ്ടും കേൾക്കാനെന്ന പോലെ നരേന്ദ്രൻ ചോദിച്ചു, ആരാണ് നിങ്ങൾ? അതോടെ കോൾ റെക്കോർഡിംഗ് ഓപ്ഷനിൽ അയാൾ വിരൽ തൊട്ടു. അങ്ങേ തലയ്ക്കൽ ചിലമ്പിയ ഒരു ചിരി. പിന്നെ കൂർത്ത ഒരു ശബ്ദം. അതറിയാനല്ലേ നിങ്ങളുടെ പോലീസ് ഇപ്പോഴും നക്ഷത്രം എണ്ണിക്കൊണ്ട് നടക്കുന്നത്? ഞാൻ പറഞ്ഞ എൻ്റെ പേരറിയുന്നത് ശരിയാണോ സർ? ആരുടെയാണ് ഈ ശബ്ദം? ഒരിക്കൽ കേട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് നിന്ന്. പരിചയമുള്ള ആരോ ആണ്. നമിതയുടെ കേസ് റീഓപ്പൺ ചെയ്യുന്നതായി ബന്ധപ്പെട്ടാണ് ഈ ശബ്ദം കേട്ടിട്ടുള്ളത്. പക്ഷേ ആര്? ഓർത്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ. നരേന്ദ്രൻ മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അങ്ങേ തലയ്ക്കലുള്ളയാൾ പരിഹസിച്ചു ചിരിച്ചു. എന്താ, കോൾ ട്രേസ് ചെയ്യുകയാണോ? എത്ര വട്ടം അത് ചെയ്തു? എന്നിട്ട് തൊടാൻ പറ്റിയോ എന്നെ? ഈ നമ്പറും നിങ്ങൾക്ക് കിട്ടില്ല. ഈ സിമ്മിലെ ആദ്യത്തെയും അവസാനത്തെയും കോളാണിത്. സമ്മാനം എന്താണെന്ന് ക്ലിയറായില്ല, നരേന്ദ്രൻ പറഞ്ഞു. വീണ്ടും ചിരി. ക്ലിയറാവാനൊന്നുമില്ല. 5ാമത്തെ ആളെയും ഞങ്ങൾ ശിക്ഷിച്ചു കഴിഞ്ഞു. അല്പം മുൻപ്. ഇനി രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ പോലീസ് അഴിഞ്ഞാടുകയല്ലേ. ഇനി ഒരാളെ ബാക്കിയുള്ളൂ. അവനെ കൂടി കിട്ടിയാൽ ഞങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകും. ഇടയ്ക്ക് കയറി സംസാരിക്കാതെ അയാളെക്കൊണ്ട് തന്നെ സംസാരിപ്പിക്കുകയായിരുന്നു നരേന്ദ്രൻ. അയാൾ പറഞ്ഞു നിർത്തിയപ്പോൾ കൂടുതൽ വ്യക്തത വരുത്താനെന്ന പോലെ നരേന്ദ്രൻ ചോദിച്ചു, അത് യൂസഫാണോ? അഡ്വക്കേറ്റ് ഇക്ബാലിൻ്റെ ബംഗ്ലാവിൽ യൂസഫല്ലാതെ മറ്റാരാണുണ്ടാവുക? അവിടെ കാവലുണ്ടായിരുന്ന പോലീസുകാർ? നരേന്ദ്രൻ ചോദിച്ചു. വീണ്ടും ചിരി. അത് ആ പോലീസുകാരോട് തന്നെ ചോദിക്കണം. നിങ്ങൾ യൂസഫിനെ എന്താണ് ചെയ്തത്? അവനെ പോലീസുകാർ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അന്വേഷിച്ചു നോക്കൂ. ലൈൻ കട്ടായി. കേട്ട ശബ്ദം റിവൈൻഡ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനന്തകൃഷ്ണൻ്റെ ജീപ്പ് ഗേറ്റിന് മുൻപിൽ ബ്രേക്കിട്ട് നിന്നു. ജീപ്പിൽ നിന്നിറങ്ങി അയാൾ ഗേറ്റ് തുറന്ന് അകത്ത് കിടന്നു. ഫോണിൽ കേട്ട ക്രിമിനലിൻ്റെ ശബ്ദം ഇയർഫോണിലൂടെ കേട്ടുകൊണ്ട് തന്നെ നരേന്ദ്രൻ ചോദിച്ചു, യൂസഫ് അപകടഘട്ടം തരണം ചെയ്തോ? അനന്തകൃഷ്ണൻ അത്ഭുതത്തോടെ നരേന്ദ്രനെ നോക്കി. ഇയർഫോൺ ചെവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് നരേന്ദ്രൻ പറഞ്ഞു, ആ ക്രിമിനൽ എന്നെ വിളിച്ചിരുന്നു അനന്തു. യൂസഫ് മെഡിക്കൽ കോളേജിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പറയൂ, എന്താ പറ്റിയത് അവന്?
യൂസഫിൻ്റെ നാക്ക് മുറിച്ചു മാറ്റിയിരിക്കുകയാണ് സർ, അനന്തകൃഷ്ണൻ പറഞ്ഞു. പക്ഷേ അനന്തു, ഇക്ബാലിൻ്റെ ബംഗ്ലാവിൽ 4 പോലീസുകാർ കാവൽ നിന്നിരുന്നു. അവരെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? അന്വേഷിക്കാൻ സർ. കളമശ്ശേരി പോലീസാണ് ഇപ്പോൾ ആ കേസ് അന്വേഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് കിട്ടും. നരേന്ദ്രൻ ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ അയാൾ ചോദിച്ചു, അവൻ അപകടഘട്ടം തരണം ചെയ്തോ? ഇനിയൊരിക്കലും സംസാരിക്കാൻ പറ്റില്ലെന്നേയുള്ളൂ. മറ്റുള്ളവരെ പോലെ അവനും ബാക്കിയുണ്ടാവും. നരേന്ദ്രൻ അസ്വസ്ഥനായി. ഇനിയുള്ളത് നിഖിൽ മാത്രം. ദൈവം വിചാരിച്ചാൽ പോലും അവന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല സർ. അവൻ സമ്മതിക്കില്ല. അഹങ്കാരത്തിന് കൈയും കാലും വച്ചതുപോലെ ഒരു ജന്മമാണ് അവൻ്റേത്. ആർക്കും രക്ഷിക്കാനാവില്ല. എന്നാലും ഒരു ക്രിമിനലിൻ്റെ മുന്നിലേക്ക് കളിപ്പാട്ടം പോലെ എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവനെ? അതിൻ്റെ നാണക്കേട് പോലീസിനാണ്. നരേന്ദ്രൻ തുടർന്നു. ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ. ആ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്ക്. ഓക്കെ സർ. നരേന്ദ്രൻ അക്രമിയുടെ ശബ്ദം സ്പീക്കറിലിട്ട് അനന്തകൃഷ്ണനെ കേൾപ്പിച്ചു. ആരാണ് സംസാരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. നമ്മൾ സംശയിക്കുന്നവരുടെയൊക്കെ ശബ്ദം റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്താലോ? അതുതന്നെയാണ് ശരിയായ വഴി. പക്ഷേ നമ്മൾ ഒരുപാട് പേരെ സംശയിക്കുന്നുണ്ടല്ലോ. എല്ലാവരുടെയും ശബ്ദം കളക്ട് ചെയ്യാൻ പറ്റുമോ? ആ ക്രിമിനലിനെ പിടിക്കാൻ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ലല്ലോ സർ. അങ്ങനെയൊരു ശ്രമം നടത്തിക്കൂടെ? കുറ്റവാളി നമ്മൾ ഇതുവരെ സംശയിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ആണെങ്കിലോ? നരേന്ദ്രൻ ചോദിച്ചു. അങ്ങനെയും സംഭവിക്കാം, അനന്തകൃഷ്ണൻ പറഞ്ഞു. ഈ ക്രൈം നടന്നത് എപ്പോഴാണ് അനന്തു? 8 മണിയോടടുത്ത്. അതും അത്ഭുതമായിരിക്കുന്നു. കഴിഞ്ഞ ക്രൈം മുഴുവൻ നടന്നത് രാത്രിയാണ്. ആ ക്രിമിനലിന് രാത്രി പുറത്തിറങ്ങാൻ നടക്കാനാവാത്ത സാഹചര്യമുണ്ടായിട്ടുണ്ട്. നമ്മുടെ പോലീസ് അത്രയ്ക്കും സ്മാർട്ടാണ് സർ. നരേന്ദ്രൻ ചിരിച്ചു. പക്ഷേ വേണ്ടപ്പെട്ടവരെയൊക്കെ കാവ്യ കാണുന്നുണ്ടല്ലോ അനന്തു, രാത്രിയിൽ തന്നെ. അനന്തകൃഷ്ണൻ അത്ഭുതത്തോടെ നരേന്ദ്രനെ നോക്കി. സർ, അതെങ്ങനെ അറിഞ്ഞു? ഞാൻ അവളെ തനിച്ച് കണ്ടിട്ടുണ്ട് പല രാത്രികളിലും. അനന്തകൃഷ്ണന് മിണ്ടാനായില്ല. അതേ ശബ്ദത്തിൽ നരേന്ദ്രൻ തുടർന്നു. ഇത്രയും നാൾ കാവ്യ താമസിച്ചിരുന്നത് കാക്കനാട്ടുള്ള ഡോക്ടർ അജയ് മോഹൻ്റെ ബംഗ്ലാവിലാണ്. അപ്പോൾ അയാളായിക്കൂടെ നമ്മൾ തേടുന്ന ക്രിമിനൽ? അനന്തകൃഷ്ണൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഉത്തരത്തിലേക്ക് എത്താറായിട്ടില്ല അനന്തു. ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് സംശയത്തിൻ്റെ ചെറിയൊരു തീപ്പൊരി ഇട്ടു തന്നിരുന്നു അയാൾ. ഞാൻ അന്വേഷിച്ചു. ബാംഗ്ലൂരിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ, പിന്നെ ഗൗരീശങ്കറിൻ്റെ ഐഷ മെഡിക്കൽ കോളേജിൽ. യക്ഷിക്കഥകൾ കേട്ടിരിക്കുന്ന കുട്ടിയെപ്പോലെയായിരുന്നു അപ്പോൾ അനന്തകൃഷ്ണൻ്റെ മുഖം. നരേന്ദ്രൻ തുടർന്നു. അയാൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു, ഒരു കാര്യമൊഴിച്ച്. അനന്തകൃഷ്ണൻ ആകാംക്ഷയോടെ നരേന്ദ്രനെ നോക്കി. ചെറിയൊരു ചിരിയോടെ നരേന്ദ്രൻ തുടർന്നു. കാവ്യയെ മറന്നുവെന്ന് അയാൾ പറഞ്ഞിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് സൂചിപ്പിച്ചു. ഗൗരീശങ്കർ അവളെയും കൊന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു തന്നു. ആ നിമിഷം മുതൽ ഞാൻ ഡോക്ടർ അജയ് മോഹൻ്റെ പിന്നാലെയായിരുന്നു അനന്തു. പലവട്ടവും ഒരു റെനോ കിഡിൽ ഞാനവരെ ഒന്നിച്ചു കണ്ടിട്ടുണ്ട്. അനന്തകൃഷ്ണൻ അസ്വസ്ഥനായി. അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കേണ്ടതായിരുന്നു അവരെ. എങ്കിൽ പിന്നീടൊരു ക്രൈം ഉണ്ടാകുമായിരുന്നില്ല. നരേന്ദ്രൻ അനന്തകൃഷ്ണനെ നോക്കി. അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിച്ചത്. പക്ഷേ സുധീഷിന് പരിക്കേറ്റ ദിവസം മുഴുവൻ അയാൾ ന്യൂ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. പുലരാറായപ്പോഴാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ആ ക്രിമിനൽ ഡോക്ടർ അജയ് മോഹനല്ലേ? നിഷേധാർത്ഥത്തിൽ നരേന്ദ്രൻ തല ചലിപ്പിച്ചു. കാവ്യയ്ക്ക് അഭയം നൽകിയെന്ന തെറ്റ് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ക്രിമിനലിന് അഭയം കൊടുക്കുന്നത് തെറ്റല്ലേ സാർ? കാവ്യ ക്രിമിനലാണെന്ന് നമുക്കെങ്ങനെ തെളിയിക്കാൻ പറ്റും? ജെയിംസും അജിയുമൊക്കെ മൊഴി തരില്ലേ? യെസ്, മൊഴി തരും. പക്ഷേ എന്തു പറയും അവർ? അനന്തകൃഷ്ണന് ഉത്തരം മുട്ടി. നരേന്ദ്രൻ തന്നെ മറുപടി പറഞ്ഞു. പ്രധാനമായും 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അപകടം നടന്നത് ജെയിംസിൻ്റെയോ അജിയുടെയോ സുധീഷിൻ്റെയോ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചല്ല. ദാറ്റ് മീൻസ് അവരെ ആരോ സ്പോട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. രാത്രി അസമയത്ത് ഒരു കോൾ വരുമ്പോൾ ആരെയും അറിയിക്കാതെ ഇവർ എന്തിനാണ് അങ്ങോട്ട് പോയത്? അനന്തുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അങ്ങനെ ഒരു കോൾ വന്നിരുന്നുവെന്ന് ജെയിംസ് ജോഷിയോട് പറഞ്ഞിട്ടില്ല. ആരും അത് ആരോടും പറഞ്ഞിട്ടില്ല. വൈ? ശരിയാണ് സർ. ജെയിംസിൻ്റെ വീട് പറവൂർ കവലയിലാണ്. കൂട്ടുകാർ ഒന്നിച്ചുകൂടി ആഘോഷിച്ചിട്ടുണ്ടാവും. എന്നാലും പാർട്ടി കഴിഞ്ഞ് അവന് ഗോശ്രീ പാലത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അടുത്തത് മധുരപ്പുറം മുള്ളുശ്ശേരി പാലത്തിനടുത്ത്, പിന്നെ കളമശ്ശേരി പുതിയ പാലം. ഒരാൾക്കും ആ വഴി പോകേണ്ട കാര്യമില്ല അനന്തു, നരേന്ദ്രൻ പറഞ്ഞു. ചിലപ്പോൾ അതുമൊരു ട്വിസ്റ്റാവാം. അനന്തകൃഷ്ണൻ അത് ശരിവെച്ചു. നരേന്ദ്രൻ ചിരിച്ചു. ഈ കഥയിൽ ട്വിസ്റ്റുകൾ മാത്രമേയുള്ളൂ.
എല്ലാം വിരൽ ചൂണ്ടുന്നത് സർവശക്തനായ ഗൗരീശങ്കറിലേക്ക് അനന്തകൃഷ്ണൻ പൂരിപ്പിച്ചു. യു ആർ റൈറ്റ്. കണ്ടുപിടിക്കണമല്ലോ അനന്തു, നമുക്ക് ആ നീല തിമിംഗലത്തെ. എവിടെയാണ് നമ്മൾ അയാളെ തേടേണ്ടത്? കേരളത്തിലോ കർണാടകത്തിലോ? സംശയമെന്താ, കേരളത്തിൽ തന്നെ. അനന്തകൃഷ്ണൻ അത്ഭുതത്തോടെ നരേന്ദ്രനെ നോക്കി. നരേന്ദ്രൻ പറഞ്ഞു, നീ പറഞ്ഞിരുന്നില്ലേ ഐഷ മെഡിക്കൽ കോളേജിൻ്റെ MD ഏതു നിമിഷവും കേരളത്തിലെത്തുമെന്ന്? യെസ്, ഈഗിൾ ഹാസ് ലാൻഡഡ്. മൈ ഗോഡ്. അനന്തകൃഷ്ണൻ അസ്വസ്ഥനായി. ഞാൻ പറഞ്ഞത് ശരിയാണ് അനന്തു. അവൻ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു ദത്തൻ്റെ. എന്തിനാണ് അയാൾ കേരളത്തിലേക്ക് വന്നത്? മൈത്രേയനെ അയച്ചിട്ടും അയാൾ ആഗ്രഹിച്ചതൊന്നും കിട്ടാത്തതുകൊണ്ടാവാം. ഗൗരീശങ്കർ തേടുന്നത് കാവ്യയെ അല്ലേ? സംശയമെന്താ? അപ്പോൾ അയാൾ അവളുടെ നിലമ്പൂരുള്ള തറവാട്ടിലേക്കും ചെല്ലില്ലേ? അയാൾ അവിടെ എത്തും, നരേന്ദ്രൻ പറഞ്ഞു. കാവ്യയുടെ അമ്മയെയും അനിയത്തിയെയും ഉപദ്രവിക്കും. ഐഷ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നില്ലേ കാവ്യ? അവൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ഒരു ലാപ്ടോപ്പും പെൻഡ്രൈവുമാണല്ലോ ഗൗരീശങ്കർ തേടുന്നത്. അവരെ ബന്ദിയാക്കി വെച്ചിട്ട് കാവ്യയോട് ബാർഗെയിൻ ചെയ്യുകയാവാം അയാൾ. അനന്തകൃഷ്ണൻ ആവേശത്തോടെ ചോദിച്ചു. എങ്കിൽ പിന്നെ കാവ്യയെ അറസ്റ്റ് ചെയ്തുകൂടെ നമുക്ക്? അതല്ലേ ശരിയായ വഴി. അറസ്റ്റ് ചെയ്താൽ കൂടെയുള്ള കൊലയാളിയുടെ പേര് അവൾ പറഞ്ഞു തരുമെന്നാണോ അനന്ത് കരുതുന്നത്? അനന്തകൃഷ്ണനൊന്ന് സംശയിച്ചു. നമ്മൾ വിചാരിച്ചാൽ. ഇന്നലെ രാത്രി മുഴുവൻ നീ വിചാരിച്ചിട്ടും അണലി രഘു എവിടെയുണ്ടെന്നറിയാൻ കഴിഞ്ഞില്ലല്ലോ അനന്തു. ഒരിക്കലും പറയില്ലെന്ന് തീരുമാനിച്ചാൽ മെൻ്റൽ പവറുള്ള ഒരു ക്രിമിനലും നിലവിളിക്കാനല്ലാതെ വായ തുറക്കില്ല. കാവ്യ ഒരു പെണ്ണല്ലേ, എത്ര നേരം ടോർച്ചർ ചെയ്യാനാവും നമുക്കവളെ? അതല്ല അനന്തു ശരിയായ വഴി. അനന്തകൃഷ്ണൻ എന്തോ പറയാൻ ശ്രമിച്ചു. അതിനിടയിൽ നരേന്ദ്രൻ പറഞ്ഞു, പോളിഗ്രാഫ് ടെസ്റ്റോ നാർക്കോ അനാലിസിസോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? അതിന് പ്രതിയുടെ സമ്മതം വേണം. നരേന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് അനന്തകൃഷ്ണന് മനസ്സിലായി. അയാൾ ചോദിച്ചു, ഇനി നമ്മൾ എന്തു ചെയ്യും സർ? യൂസഫിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. ആ കേസിൻ്റെ പിന്നാലെ പോയാൽ ക്രിമിനലിനെ കിട്ടില്ല. പോലീസുകാരെ പതിവ് പോലെ പരിഹസിച്ച് അവൻ കടന്നു കളഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ പോട്ടെ, ദർശനയെയും ജോഷിയെയും കണ്ടോ? 2 പേരും ലോങ് ലീവിന് അപേക്ഷിച്ചിരിക്കുകയാണ് സർ. ആപ്ലിക്കേഷൻ സാറിൻ്റെ ടേബിളിലുണ്ട്. നരേന്ദ്രൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. നവാസിന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തവണ കൂടി കാണും ഞാനവരെ. ബാസ്റ്റാർഡ്സ്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആ ക്രിമിനലിനെ ട്രേസ് ചെയ്യാൻ പറ്റിയേക്കും. തൊട്ടു പിന്നിലില്ലേ നമ്മളിപ്പോൾ? അനന്തകൃഷ്ണൻ പറഞ്ഞു. നരേന്ദ്രൻ ചിരിച്ചു. ഓർമ്മയിൽ സൂക്ഷിക്കാൻ എനിക്കൊരു സമ്മാനം തന്നതാവും ആ ക്രിമിനൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പലപ്പോഴും പറയാറില്ലേ ഞാൻ, ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു കയ്യൊപ്പിനെപ്പറ്റി. ഐ ഗോട്ട് ഇറ്റ്. അനന്തു, ഈ രാത്രി നമ്മൾ വേട്ടയ്ക്കിറങ്ങുന്നു. ആ അണ്ടർവേൾഡ് ഡോൺ അണലി രഘുവിനെ പിടിക്കാൻ. നാളെ പുലരുന്നതിന് മുൻപ് അവനെയും സംഘത്തെയും നമുക്ക് കിട്ടണം. അതിന് അവൻ്റെ താവളങ്ങൾ അറിയണം. അന്വേഷിക്ക്. അണലി രഘു അറിയാതെ വേണം ഓരോ സെർച്ചും. യെസ് സർ. അനന്തകൃഷ്ണൻ തിടുക്കത്തിൽ ജീപ്പിന് നേരെ നടന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്ന ക്രിമിനലിൻ്റെ ശബ്ദം നരേന്ദ്രൻ ഒരിക്കൽ കൂടി കേട്ടു. വിശ്വനാഥനാണോ, ജെൻസനാണോ, അതോ ജോയിയോ? ഹരിശാന്തിനെയും സംശയിക്കാം. ഒരു നിമിഷം എന്തോ ആലോചിച്ചതിനു ശേഷം നരേന്ദ്രൻ മൊബൈൽ എടുത്തു. വിശ്വനാഥൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഒട്ടും വൈകാതെ വിശ്വനാഥൻ ഫോൺ എടുത്തു. മുഖവരയില്ലാതെ നരേന്ദ്രൻ ചോദിച്ചു, അറിഞ്ഞില്ലേ യൂസഫിൻ്റെ വിശേഷം? അറിഞ്ഞു. തളർന്ന മറുപടി. കാണാൻ പോയിരുന്നോ അവനെ? ഇല്ല. ഇക്ബാലിൻ്റെ എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല. ഫോൺ സ്വിച്ച്ഡ് ഓഫാണ്. നിഖിലുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയി? പുതിയ കാർ ഇന്ന് കിട്ടും, അതെടുക്കാൻ പോയിരിക്കുക. ടിഗ്വാൻ അല്ലേ? നരേന്ദ്രൻ ചോദിച്ചു. അതെ. അതാരാ കത്തിക്കാൻ പോകുന്നത്? മൈത്രേയനോ ആ ക്രിമിനലോ? വിശ്വനാഥൻ മിണ്ടിയില്ല. നരേന്ദ്രൻ പറഞ്ഞു, പറയുമ്പോൾ വിഷമം തോന്നരുത്. അവനെ ഈ നിലയിലാക്കിയത് നിങ്ങളാണ്. ചോദിക്കുന്നതെന്തും വാങ്ങിക്കൊടുത്ത് അവനെ ഈ സമൂഹത്തിൽ ഒന്നിനും കൊള്ളരുതാത്തവനായി വളർത്തിയെടുത്തു. ഇപ്പോഴവൻ ആര് പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥയിലാണ്. എന്നാലും SP എന്ന നിലയിൽ ചോദിക്കുകയാണ്. പ്രൊട്ടക്ഷൻ കൊടുത്താൽ ഇപ്പോഴും അവൻ സർവീസ് ചാർജ് തന്ന് ഒഴിവാക്കുമോ പോലീസിനെ? അങ്ങേ തലയ്ക്കിൽ നിന്ന് ഒരു നിശ്വാസം പോലും കേട്ടില്ല. നരേന്ദ്രൻ തുടർന്നു, പറയുന്നത് ക്രൂരതയാണെന്നറിയാം. എന്നാലും നിങ്ങളതറിയണം. ഇപ്പോൾ ആ ക്രിമിനൽ വേട്ടയാടുന്നത് രാത്രിയിലല്ല, പകലാണ്. രാവിലെ 8 മണിക്കാണ് അവൻ യൂസഫിൻ്റെ നാവ് മുറിച്ചത്. ഇനി ബാക്കിയുള്ളത് നിഖിൽ മാത്രം. ഒന്നും പറയാനില്ലേ നിങ്ങൾക്ക്? വിശ്വനാഥൻ ജ്വലിച്ചു. പറയാനുണ്ട് മിസ്റ്റർ നരേന്ദ്രൻ, ഒരുപാട് പറയാനുണ്ട്. അത് ഈ ടൗണിലെ പോലീസിനെ പറ്റിയാണ്.
തലയിൽ തൊപ്പിവെച്ച കുറേ കഴുതകളുടെ സംഘം. ഒരു ക്രിമിനൽ ഓടി നടന്ന് ഞങ്ങളുടെ കുട്ടികളുടെ കൈയും കാലുമൊക്കെ മുറിച്ചിട്ട് അവൻ്റെ ഫിംഗർ പ്രിൻ്റെങ്കിലും കണ്ടെത്താൻ പറ്റിയോ നിങ്ങൾക്ക്? പോലീസാണത്രേ, പോലീസ്. സംയമനം നഷ്ടപ്പെടാതിരിക്കാൻ പണിപ്പെട്ട് നരേന്ദ്രൻ കൈകൾ കൂട്ടിഞ്ഞിരിച്ചു. വീണ്ടും അങ്ങേ തലക്കിൽ നിന്ന് ഗർജനം. നിഖിലിൻ്റെ തലമുടി നാരിനെങ്കിലും കേടുപറ്റിയാൽ ഞാൻ തലസ്ഥാനത്തേക്ക് ചെല്ലും. തിരിച്ചു വരുമ്പോൾ ഇവിടെ പോലീസിലൊരു ശുദ്ധികലശം നടന്നിരിക്കും. ചുണിയുള്ള ചെറുപ്പക്കാർ ഇങ്ങോട്ട് വരും. നിങ്ങളൊക്കെ കാസർഗോട്ടേക്ക് കെട്ടുകെട്ടും. അയാൾ പറഞ്ഞു തീരുന്നതുവരെ നരേന്ദ്രൻ കാത്തു. അങ്ങേ തലയ്ക്കൽ നിശബ്ദത വന്നപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, കാസർഗോട്ടുള്ളത് നരഭോജികളല്ലല്ലോ, മനുഷ്യരല്ലേ. ട്രാൻസ്ഫർ കിട്ടുന്നത് കാശ്മീരിലേക്കായാലും ഞാൻ പോകാൻ ഒരുക്കമാണ് മിസ്റ്റർ വിശ്വനാഥൻ. എന്നാൽ നിങ്ങൾക്ക് ഈ നിയോജക മണ്ഡലം വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം മറ്റെവിടെയും നിങ്ങൾക്ക് ജയിക്കാനുള്ള വോട്ട് കിട്ടില്ല. അപ്പോൾ കഴുതകളെന്ന് വിളിക്കേണ്ടത് ഞങ്ങളെയല്ല, ആരെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇനി ആദ്യം പറഞ്ഞതിനുള്ള ഉത്തരം. ആരെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മകനെയല്ലേ? കേസുകൾ 1ഉം 2ഉമല്ല, 14 പിന്നെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളെ. നിഖിൽ മാത്രമല്ല, കൂടെയുള്ള 5 പേരും അകത്തു പോകണം. ഞങ്ങളത് ചെയ്തിട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്തു നിന്ന് പറഞ്ഞയക്കുന്ന ചുണയുള്ള ചെറുപ്പക്കാർ ആദ്യം ശുദ്ധികലശം നടത്തുന്നത് നിങ്ങളുടെ വില്ലയിലായിരിക്കും. നരേന്ദ്രൻ ലൈൻ കട്ട് ചെയ്തു. ഈ ശബ്ദത്തിന് ഫോണിലുള്ള ക്രിമിനലിൻ്റെ ശബ്ദവുമായി സാദൃശ്യമില്ലെന്ന് അയാൾക്കുറപ്പായി. പിന്നീട് അയാൾ ഡയൽ ചെയ്തത് ജോയിയുടെ നമ്പറാണ്. ആ നമ്പർ ജെൻസൺ അയാൾക്ക് കൊടുത്തിരുന്നു. ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ പലതവണ കേട്ടിട്ടുള്ള ആ പതിഞ്ഞ ശബ്ദം. ഹലോ, ഞാൻ SP നരേന്ദ്രനാണ്. അങ്ങേ തലയ്ക്കൽ പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. വീണ്ടും നരേന്ദ്രൻ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ അറിയണമല്ലോ ജോയി. ഫ്രീ ആണോ? അല്ല. എപ്പോൾ ഫ്രീ ആകും? 3-4 അസൈൻമെൻറ്റുകളുണ്ട്. ഫ്രീ ആയാൽ വിളിക്കുമോ? ജോയി മൂളി. രാജസേനൻ്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ? ആരാ രാജസേനൻ? ഒരിക്കൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിശ്വനാഥൻ്റെ സെക്യൂരിറ്റി ഗാർഡ്. എനിക്ക് അയാളെ അറിയില്ല. എല്ലാം അളന്നു മുറിച്ചുള്ള ഉത്തരങ്ങൾ. ഒരു വിശേഷമുണ്ടായിട്ടുണ്ട് ഇക്ബാലിൻ്റെ വീട്ടിൽ. അറിഞ്ഞോ ജോയി? ആരാ ഇക്ബാൽ? ക്രിമിനൽ ലോയറാ. അയാളുടെ മകൻ യൂസഫിൻ്റെ നാവ് അല്പം മുൻപ് ആരോ മുറിച്ചു. അങ്ങേ തലയ്ക്കൽ നിശബ്ദത മാത്രം. ഈർഷ്യയോടെ നരേന്ദ്രൻ ലൈൻ കട്ട് ചെയ്തു. രാജസേനൻ്റെ കാര്യത്തിൽ മാത്രം ഇയാൾ എന്തോ മറയ്ക്കുന്നുണ്ട്. രാവിലെ കേട്ട ശബ്ദവുമായി യാതൊരു സാദൃശ്യവുമില്ല. ഇനി ജെൻസൺ. നരേന്ദ്രൻ അയാളുടെ നമ്പർ ഡയൽ ചെയ്തു. ഗ്രേസിയാണ് ഫോൺ എടുത്തത്. ജെൻസൺ പള്ളിയിലേക്ക് പോയി എന്ന് അവൾ പറഞ്ഞു. ആ സംശയവും ഉടനെ ക്ലിയർ ചെയ്യണം. നരേന്ദ്രൻ ഫോൺ ചെയ്തപ്പോൾ SP ഓഫീസിൽ നിന്ന് കാർ വന്നു. അയാൾ അതിൽ കയറി പള്ളിയിലേക്ക് തിരിച്ചു. ജെൻസൺ അപ്പോൾ സെമിത്തേരിയിലായിരുന്നു. സിസിലിയുടെ കല്ലറയ്ക്കരികെ. താഴ്ന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, എനിക്കറിയാം, എൻ്റെ മോൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടെന്ന്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. മാലാഖന്മാരുടെ കൂടെയല്ലേ ഏട്ടൻ്റെ പൊന്നുമോളിപ്പോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓർമ്മ ദിവസം വീണ്ടും വരുമെന്ന്. അതുകൊണ്ടാ വന്നത്. മോളെ ചീത്തയാക്കിയ ഒരു സാത്താൻ്റെ പേരുകൂടി പറയാൻ. യൂസഫ്. അവനിനി മിണ്ടില്ല. അവൻ്റെ നാവ് മുറിച്ചു കളഞ്ഞു. ഇനി എനിക്ക് പറയാൻ ഒരേയൊരു പേരേയുള്ളൂ, ആ നിഖിലിൻ്റെ. അതും പറയും ഏട്ടൻ ഒരു ദിവസം. ജെൻസന്റെ ചുമലിൽ ആരോ തൊട്ടു. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. മുൻപിൽ SP നരേന്ദ്രൻ. ശാന്തമായി നരേന്ദ്രൻ ചോദിച്ചു, യൂസഫിൻ്റെ നാവ് മുറിഞ്ഞ കാര്യം നീ എങ്ങനെ അറിഞ്ഞു ജെൻസ? ജെൻസൺ മിണ്ടിയില്ല. കാലുകളിലൂടെ ഒരു തരിപ്പ് മേലേക്കുയർന്നു. രാവിലെ 8 മണിക്കാണ് ആ സംഭവമുണ്ടായത്. ന്യൂസിലൊന്നും വന്നിട്ടില്ല. ഇത്ര പെട്ടെന്ന് അത് നീ എങ്ങനെയാ അറിഞ്ഞത്? അത് പിന്നെ. ജെൻസൺ വാക്കുകൾക്കായി പരതി. എന്നിട്ടും നരേന്ദ്രനോട് പറയാനുള്ള ഒരു ഉത്തരം അയാൾക്ക് കിട്ടിയില്ല. നരേന്ദ്രൻ ചോദിച്ചു, നമിത കൊല്ലപ്പെട്ട ദിവസം നീ ആ വില്ലയിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആരൊക്കെ ചേർന്നാണ് നമിതയെ ഉപദ്രവിച്ചത്? നിഖിൽ, അജി, സുധീഷ്, പിന്നെ ജെയിംസ്, യൂസഫ്, ഷാജു. ഇവരൊക്കെ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം. ജെൻസൺ ഓരോരുത്തരുടെയും പേരും വിശദാംശങ്ങളും പറഞ്ഞു. ആരാണ് നമിതയെ വില്ലയിലേക്ക് കൊണ്ടുവന്നത്? നിഖിൽ. അവൾ അബോധാവസ്ഥയിലായിരുന്നു അല്ലേ? അതെ. അവളെ മുറിയിലെത്തിച്ചത് നീയല്ലേ? അതെ സാർ. അതും നിഖിൽ പറഞ്ഞിട്ടാ, കൊല്ലുമെന്ന് പേടിപ്പിച്ചിട്ടാ. നരേന്ദ്രൻ മൂളി. ജെൻസൺ പേടിയോടെ നിശ്വസിച്ചു. അയാളുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിയിട്ട് നരേന്ദ്രൻ ചോദിച്ചു, ഇനി ഒരേയൊരു ചോദ്യം, കൃത്യമായ ഉത്തരം. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? ജെൻസൺ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, അതെ. നരേന്ദ്രൻ ഫോൺ ഉയർത്തിക്കാട്ടി. നീ പറഞ്ഞതൊക്കെ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. കോടതിയിലും ഇതേ പറയാവൂ. ജെൻസൺ തലയാട്ടി.
നരേന്ദ്രൻ പറഞ്ഞു. എങ്കിൽ ആ വില്ലയിൽ നിന്ന് കിട്ടിയ പെൻഡ്രൈവ് ഇനി എന്നെ ഏൽപ്പിച്ചേക്ക്. നിനക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ. ജെൻസൺ ചെറുതായൊന്ന് നടുങ്ങിയതല്ലാതെ ശബ്ദിച്ചില്ല. നീ അത് സിസ്റ്റത്തിലിട്ട് ചെക്ക് ചെയ്തിരുന്നോ? ഇല്ല എന്ന അർത്ഥത്തിൽ ജെൻസൺ തല ചലിപ്പിച്ചു. പറയുന്നത് സത്യമാവണം ജെൻസ. ഈ പെൻഡ്രൈവിലുള്ളതെന്താണെന്ന് നിനക്കറിയില്ലല്ലോ. ഇല്ല സർ. എന്നാൽ വാ. നരേന്ദ്രനോടൊപ്പം ജെൻസൺ സെമിത്തേരിയുടെ പുറത്തേക്ക് നടന്നു. കാറിനടുത്തെത്തിയപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ജെൻസൺ കാറിൽ കയറി. കാർ ഓടി തുടങ്ങിയപ്പോൾ നരേന്ദ്രൻ ചോദിച്ചു, യൂസഫിൻ്റെ വിവരം നിന്നോട് പറഞ്ഞത് കാവ്യയല്ലേ? ജെൻസൺ കൂടുതലൊന്നും ആലോചിച്ചില്ല. അയാൾ പറഞ്ഞു, അതെ. കാവ്യയ്ക്ക് അറിയാമോ നിന്റെ കയ്യിലുള്ള ഈ പെൻഡ്രൈവിനെപ്പറ്റി? ഇല്ല. കാർ ഓടുമ്പോഴും നരേന്ദ്രൻ രാവിലെ കേട്ട ശബ്ദത്തിൻ്റെ ഉടമയെ പരതുകയായിരുന്നു. അത് ഇവനല്ല, ഇനിയുള്ളത് ഹരിശാന്ത്. ആ സമയം നിഖിൽ മെഡിക്കൽ കോളേജിലെ ICUവിലായിരുന്നു, യൂസഫിൻ്റെ തൊട്ടടുത്ത്. അവനെ കണ്ടപ്പോൾ യൂസഫിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിഖിലിനോട് അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും വികൃതമായ ചില ശബ്ദങ്ങളെ പുറത്തു വന്നുള്ളൂ. അപകടനില തരണം ചെയ്തെന്നും ഇനി പേടിക്കാനില്ലെന്നും ചീഫ് സർജൻ ഉമാദത്തൻ നിഖിലിനോട് പറഞ്ഞു. യൂസഫിൻ്റെ കൈയെടുത്ത് കയ്യിൽ ചേർത്ത് നിഖിൽ പറഞ്ഞു, പുതിയ കാറിൽ നമുക്കൊരുമിച്ച് ഈ നാട് ചുറ്റാമെന്ന് കരുതിയിരുന്നു ഞാൻ. ആഘോഷത്തിനുള്ളതൊക്കെ ഇന്ന് വൈകുന്നേരത്തോടെ നിന്റെ വീട്ടിലെത്തും ബ്രോ. ഇനിയിപ്പോൾ അതൊക്കെ എന്തിനാ? ഞാൻ തനിച്ചായില്ലേടാ. യൂസഫ് ഒന്ന് തേങ്ങി. നിഖിൽ കൈ ചുരുട്ടിപ്പിടിച്ചു. കൈ ചുരുട്ടിടാ. യൂസഫും കൈ ചുരുട്ടി. 2 കൈകളും കൂട്ടിമുട്ടിച്ച് നിഖിൽ പറഞ്ഞു, പുതിയ കാറിൽ നിലമ്പൂർക്ക് പോവുകയാണ് ഞാൻ. ആ നായിൻ്റെ മോള് അവിടെയുണ്ടെങ്കിൽ കഥ കഴിക്കാൻ, അവൾ അവിടെയില്ലെങ്കിൽ അവിടെ ബാക്കിയുള്ളവരെ കൊല്ലാക്കൊല ചെയ്യാൻ. ഗ്ലാസ് ഡോർ തുറന്ന് നിഖിൽ പുറത്തിറങ്ങി. പിന്നെ കാർ പാർക്കിങ്ങിലേക്ക്. അവിടെയുണ്ടായിരുന്ന ഇളം നീല നിറമുള്ള പുതിയ ടിഗ്വാൻ. ഡോർ തുറന്ന് നിഖിൽ ഡ്രൈവിംഗ് സീറ്റിലെത്തി. ടിഗ്വാൻ പറന്നു. നരേന്ദ്രൻ അപ്പോൾ ഹരിശാന്തിൻ്റെ വീട്ടിലായിരുന്നു. അരവിന്ദാക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. വീടരിച്ച് നരേന്ദ്രൻ എന്തോ തേടുകയായിരുന്നു. ഹരിശാന്ത് ഒരക്ഷരം പോലും മിണ്ടാനാവാതെ നടുങ്ങി നിന്നിരുന്നു. വീട്ടിലെ ഒരു സ്ഥലവും നരേന്ദ്രൻ ബാക്കി വച്ചില്ല. പഴയ തട്ടുമുട്ട് സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന ചായ്പിൽ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത നിലയിൽ തേങ്ങയുടെ ചകിരി നിറച്ച ഒരു വലിയ ചാക്കുണ്ടായിരുന്നു. നരേന്ദ്രൻ ചാക്കിൻ്റെ കെട്ടഴിച്ച് ചകിരി തറയിൽ കുടഞ്ഞിട്ടു. അതിനുള്ളിൽ നരേന്ദ്രൻ കണ്ടു ഒരു ചെറിയ ഓട്ടോമാറ്റിക് വുഡ് കട്ടർ. അതിൻ്റെ മൂർച്ചയുള്ള പ്രതലത്തിൽ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലാത്ത ചോര. അധ്യായം 30. ഹരിശാന്ത് അടിമുടി വിറച്ചുപോയി. പേടികൊണ്ട് അയാൾ കണ്ണുകൾ ചേർത്തടച്ചു. നരേന്ദ്രൻ ചോദിച്ചു, യൂസഫിൻ്റെ നാവ് മുറിച്ചത് ഈ വുഡ് കട്ടർ കൊണ്ടാണോ? ഹരിശാന്ത് മിണ്ടിയില്ല. വീണ്ടും ചോദ്യം. ജെയിംസിനെ, അജിയെ, സുധീഷിനെ? അപ്പോഴും മറുപടി ഉണ്ടായില്ല. ഈ വുഡ് കട്ടർ ആരുടെയാണ്? നരേന്ദ്രൻ പിന്നെയും ചോദിച്ചു. അപ്പോഴും മൗനം. ഹരിശാന്തിൻ്റെയാണോ അതോ അരവിന്ദാക്ഷൻ്റെയോ? എൻ്റെയല്ല, ഹരിശാന്ത് ആദ്യമായി ശബ്ദിച്ചു. പിന്നെ ആരെങ്കിലും കൊണ്ടുവച്ചതായിക്കൂടെ? എന്തിന്? പോലീസ് ഞങ്ങളെ സംശയിക്കാൻ. അങ്ങനെ വാദിക്കാൻ ഹരിക്ക്. ഫിംഗർ പ്രിൻ്റ് കിട്ടുന്നതുവരെ. ഹരി പറഞ്ഞതു തന്നെയാണോ അരവിന്ദാക്ഷനും പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കട്ടെ. അച്ഛനെ വിളിക്ക്. ഹരിശാന്ത് അരവിന്ദാക്ഷൻ്റെ മുറിയിലേക്ക് പോയി. തിരികെ വരുമ്പോൾ അവൻ്റെ മുഖം മങ്ങിയിരുന്നു. അച്ഛൻ ഇവിടെയില്ല. എങ്ങോട്ട് പോയി? ഒന്നും പറഞ്ഞില്ല. രാവിലെ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? ഇല്ല. രാത്രി? ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ആഹാരം കഴിച്ചത്. പിന്നെ ഉറങ്ങാൻ പോയി. നരേന്ദ്രൻ ചോദിച്ചു. പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ രാത്രി? ഹരിശാന്ത് അത് ഓർമ്മിച്ചു. നാട്ടിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്ന ദുഷ്ടന്മാരെ കൈയും കാലുമൊക്കെ അരിഞ്ഞെടുത്ത് ഭൂമിയിൽ ജീവിക്കാൻ വിടണമെന്ന്. പറഞ്ഞത് അബദ്ധമായെന്ന് മനസ്സിലായപ്പോൾ ഹരിശാന്ത് ഇടയ്ക്ക് വെച്ച് നിർത്തി. നരേന്ദ്രൻ പുഞ്ചിരിച്ചു. അരവിന്ദാക്ഷന് നമിതയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? ഹരിശാന്ത് മൂളി. അദ്ദേഹം ആർമിയിലുണ്ടായിരുന്നെന്ന് ഒരിക്കൽ ഹരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് സർ. ആ അച്ചടക്കം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആവശ്യമില്ലാതെ ആരോടും വഴക്കിന് പോവില്ല. അഥവാ പോയാൽ വെറുതെ വിടാറുമില്ല. നരേന്ദ്രൻ ഹരിശാന്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നമിതയെ ഉപദ്രവിച്ചവരെ ഓരോരുത്തരെയായി ശിക്ഷിക്കുകയായിരുന്നു അരവിന്ദാക്ഷനെന്ന് ഞാൻ പറഞ്ഞാൽ? എങ്കിൽ എൻ്റെ മനസ്സിൽ അച്ഛൻ ഞാൻ ആരാധിക്കുന്ന ഈശ്വരന്മാർക്കൊപ്പമുണ്ടാവും. നരേന്ദ്രൻ അത്ഭുതത്തോടെ ഹരിശാന്തിനെ നോക്കി. അവൻ്റെ മുഖത്ത് ആദ്യം കണ്ടപ്പോഴുള്ള പേടിയോ നടുക്കമോ ഉണ്ടായിരുന്നില്ല. ഹരിശാന്ത് തുടർന്നു. ഞങ്ങളൊക്കെ വെറും സാധാരണ മനുഷ്യരാണ് സർ. ആരെയും ഉപദ്രവിക്കാതെ അടങ്ങി ഒതുങ്ങി കഴിയാൻ ആഗ്രഹിക്കുന്നവർ. ഞങ്ങളുടെ പേര് ഒരു ക്രൈം ലിസ്റ്റിലും ഉണ്ടാവില്ല. ഫിംഗർ പ്രിൻറ്റും മാച്ച് ചെയ്യാൻ കിട്ടില്ല.
അങ്ങനെ ജീവിക്കുമ്പോൾ ഒരാൾ ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും. പ്രത്യേകിച്ചും പട്ടാളക്കാരനായിരുന്ന ഒരു മനുഷ്യൻ. ആ മനസ്സ് അത്രയ്ക്കും പ്രക്ഷുബ്ധമായിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നിയമമാണ്, ഹരി പറയുന്നത് യുക്തിയും. നരേന്ദ്രൻ പറഞ്ഞു. ഒരു പ്രതിയെയാണ് സാറിന് വേണ്ടതെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ദുഷ്ടന്മാർ ഉപദ്രവിച്ചിട്ടുള്ള ആരെ കണ്ടാലും സാറിന് വേറെ പ്രതികളെ കിട്ടും. ഈ സമൂഹം ആഗ്രഹിച്ചതാണ് അദ്ദേഹം. പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോൺ ശബ്ദിച്ചു. ഹരിശാന്തിനേക്കാൾ മുൻപേ നരേന്ദ്രൻ അതെടുത്തു. ഫോണിൽ സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന ഒരു കോളായിരുന്നു അത്. നരേന്ദ്രൻ കോൾ ഓപ്ഷനിൽ വിരലമർത്തി. ലൈനിൽ അരവിന്ദാക്ഷ മേനോനായിരുന്നു. അയാൾ പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകേണ്ടി വന്നു. നിന്നോട് പറയാൻ പറ്റിയില്ല. സാരമില്ല, ഇപ്പോൾ എന്നോട് പറഞ്ഞല്ലോ, അത് മതി. നരേന്ദ്രൻ പറഞ്ഞു. അങ്ങേ തലയ്ക്കൽ പൊടുന്നനെ നിശബ്ദത വന്നു. ഫോണിലൂടെ കേട്ട ശബ്ദം താൻ രാവിലെ കേട്ട അതേ ശബ്ദം തന്നെയാണെന്ന് നരേന്ദ്രൻ തിരിച്ചറിഞ്ഞു. അങ്ങേ തലയ്ക്കിൽ നിന്ന് വീണ്ടും കേട്ടു അതേ ശബ്ദം. ഇത് SP സാറല്ലേ? നമസ്കാരം സർ, ഞാൻ അരവിന്ദാക്ഷനാണ്. നരേന്ദ്രൻ ചിരിച്ചു. ഓർമ്മയിൽ സൂക്ഷിക്കാൻ എനിക്കൊരു സമ്മാനം തന്നില്ലേ രാവിലെ? എനിക്ക് ആ സമ്മാനം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നന്ദി പറയാൻ വന്നതാ ഞാൻ. നമുക്കിനി ഈ കളി അവസാനിപ്പിച്ചുകൂടെ? നിഖിലിനെ ഞങ്ങൾക്ക് തന്നേക്ക്. അരവിന്ദാക്ഷൻ ചിരിച്ചു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളെ. എന്നാലും ഇത്ര പെട്ടെന്ന് തേടി വരുമെന്ന് കരുതിയില്ല. നിങ്ങൾ ഒരു നല്ല പോലീസ് ഓഫീസറാണ് സർ. ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. നരേന്ദ്രൻ പറഞ്ഞു. നിഖിലിൻ്റെ പിന്നാലെ പോവരുത്. പോലീസ് ഒരുപാട് മുന്നിലാണിപ്പോൾ. നേരിൽ കണ്ടാൽ ചിലപ്പോൾ നിങ്ങളെ ഷൂട്ട് ചെയ്യാനും ഇടയുണ്ട്. ഇതൊരു യുദ്ധമാണ് സർ. എൻ്റെ നമിതയെ ഉപദ്രവിച്ച 6 പേരെയും എനിക്ക് വേണം. അവസാന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഞാൻ. അതും കൂടി തീർത്തിട്ട് കീഴടങ്ങും. അതിനിടയ്ക്ക് ഈ കോൾ ട്രേസ് ചെയ്ത് എന്നെ പിടികൂടാമെന്ന് കരുതണ്ട. ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെടും. ഈ കോൾ ഞാൻ ട്രേസ് ചെയ്യുന്നില്ല. നരേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ ഈ ടൗണിലെ ഏതെങ്കിലും ഒരു ടവറിന് കീഴിലുണ്ടാവുമല്ലോ ഇപ്പോൾ. അതുതന്നെ ധാരാളം. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ ഈ ലക്ഷ്യം അത്ര വേഗം നടപ്പാവില്ല. ഞങ്ങളുണ്ടാവും മുന്നിലും പിന്നിലും. മാത്രമല്ല നിങ്ങൾ പോകുന്നിടത്തെല്ലാം. ഓക്കെ സർ, പക്ഷെ ഒരു റിക്വസ്റ്റുണ്ട് എനിക്ക്. ഹരി പാവമാണ്. അവനൊന്നും അറിയില്ല. ഉപദ്രവിക്കില്ലേ അവനെ? കുറ്റം ചെയ്യാത്ത ഒരാളെപ്പോലും ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കില്ല. കുറ്റവാളികളെ വെറുതെ വിടുകയുമില്ല. നരേന്ദ്രൻ പറഞ്ഞു. താങ്ക് യു സർ. ലൈൻ കട്ടായി. നരേന്ദ്രൻ ഹരിശാന്തിൻ്റെ നേരെ തിരിഞ്ഞു. സോറി ഹരി, പോലീസിന് ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അരവിന്ദാക്ഷൻ പിന്മാറാൻ തയ്യാറല്ല. എന്തും പ്രതീക്ഷിക്കണം. ചിലപ്പോൾ അരവിന്ദാക്ഷൻ്റെ മരണവാർത്തയാവും ഹരിക്ക് കേൾക്കേണ്ടി വരിക. പെട്ടെന്ന് നരേന്ദ്രൻ്റെ ഫോൺ ശബ്ദിച്ചു. ലൈനിൽ വിശ്വനാഥനായിരുന്നു. അത്യാവശ്യമായി കാണണമെന്ന് അയാൾ പറഞ്ഞു. ശബ്ദത്തിൽ പഴയ ധാർഷ്ട്യമുണ്ടായിരുന്നില്ല. ഓട്ടോമാറ്റിക് വുഡ് കട്ടർ ഫിംഗർ പ്രിൻ്റ് നഷ്ടപ്പെടാത്ത വിധം പൊതിഞ്ഞ കയ്യിലെടുത്ത് നരേന്ദ്രൻ കാറിനടുത്തെത്തി. പൊതി കാറിൻ്റെ പിൻസീറ്റിലിട്ടു. പിന്നെ വിശ്വനാഥൻ്റെ വില്ലയിലേക്ക്. കാർ പാർക്ക് ചെയ്ത് അകത്തു കടന്നപ്പോൾ ഹാളിൽ വിവശമായ മുഖത്തോടെ വിശ്വനാഥൻ നിൽക്കുന്നത് കണ്ടു. തൊഴുകൈയോടെ അയാൾ പറഞ്ഞു. എൻ്റെ മകനെ രക്ഷിക്കണം. നിഖിലെവിടെ? നരേന്ദ്രൻ ചോദിച്ചു. പുതിയ കാറെടുക്കാൻ ഷോറൂമിലേക്ക് പോയതാണ്. ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. അവൻ ഷോറൂമിൽ നിന്ന് കാർ എടുത്തിട്ടുണ്ട്. ഇളം നീല ടിഗ്വാൻ. ശരിയാണ്, ഞാൻ ഷോറൂമിലേക്ക് വിളിച്ചിരുന്നു. അവിടെ നിന്ന് അവൻ പോയത് മെഡിക്കൽ കോളേജിലേക്കാണ് മിസ്റ്റർ വിശ്വനാഥൻ. നിഖിൽ ICUയിൽ വെച്ച് യൂസഫിനെ കണ്ടു. അതും ഞാനറിഞ്ഞു. സൂപ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു. അതിനുശേഷം എങ്ങോട്ട് പോയി എന്നൊരു വിവരവുമില്ല. വിളിച്ചില്ലേ മൊബൈലിൽ? സ്വിച്ച്ഡ് ഓഫ് ആണ് ഫോൺ. നിങ്ങൾ മകന് വാങ്ങിക്കൊടുത്തത് കാറോ അതോ ഫ്ലൈറ്റോ? നരേന്ദ്രൻ ചോദിച്ചു. ഓവർ സ്പീഡെന്ന് പറഞ്ഞാൽ പോരാ. കാറിലിരുന്ന് പറക്കുകയാണവൻ. അവനെ രക്ഷിക്കാൻ വേണ്ടിയ പോലീസുകാർ പിന്നാലെ ചേസ് ചെയ്യുന്നത്. ഇടയ്ക്കെപ്പോഴോ തൃശ്ശൂർ വെച്ച് ആ കാർ കണ്ടു, മിന്നായം പോലെ. പിന്നെ മാഞ്ഞുപോയി. നിങ്ങളുടെ മകന് ഭ്രാന്താണോ മിസ്റ്റർ വിശ്വനാഥൻ? വിശ്വനാഥൻ മിണ്ടിയില്ല. ഇവിടെയുള്ള പോലീസ് നിങ്ങൾ പറഞ്ഞതുപോലെ കഴുതകളുടെ സംഘമല്ല. യഥാർത്ഥ ക്രിമിനലിനെ ഞങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. അവസാനത്തെ ഇരയെ തേടി നടക്കുകയാണ് അയാൾ. ഇര ആരാണെന്ന് മനസ്സിലായില്ലേ? നിഖിൽ തന്നെ. അഹങ്കാരിയായ അവനെ ഒന്ന് കണ്ടെത്തിയിട്ട് വേണ്ടേ രക്ഷിക്കാൻ? വിശ്വനാഥൻ പേടിയോടെ ചോദിച്ചു. ആരാ ആ ക്രിമിനൽ? അത് ശ്രദ്ധിക്കാതെ നരേന്ദ്രൻ പറഞ്ഞു. ഏതായാലും ആദ്യം കണ്ടുപിടിക്കേണ്ടത് നിഖിലിനെയാണ്. എന്തു വിവരം കിട്ടിയാലും അറിയിക്കണം. നരേന്ദ്രൻ നേരെ പോയത് SP ഓഫീസിലേക്കാണ്. ഓഫീസിനു മുന്നിൽ മാധ്യമങ്ങളുടെ ഒരു പട തന്നെ കാത്തുനിന്നിരുന്നു. തുണികൊണ്ട് പൊതിഞ്ഞ വുഡ് കട്ടറുമെടുത്ത് കാറിൽ നിന്ന് നരേന്ദ്രൻ ഇറങ്ങി. റിപ്പോർട്ടർമാർ ചുറ്റും കൂടി. എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ആരാണ് ആ ക്രിമിനൽ എന്ന കാര്യം.
അവർക്കിടയിലൂടെ നടന്ന് നരേന്ദ്രൻ ഓഫീസിലെത്തി. അവിടെ അനന്തകൃഷ്ണനുണ്ടായിരുന്നു. നരേന്ദ്രൻ ചോദിച്ചു, പുറത്തെന്താ? ഫോർത്ത് എസ്റ്റേറ്റ് മുഴുവനുമുണ്ടല്ലോ. ഏതോ ഒരു ചാനൽ പുതിയ ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കഥയിലെ ഹീറോ സാറാണ്. അനന്തകൃഷ്ണൻ പറഞ്ഞു. നരേന്ദ്രൻ ചിരിച്ചു. കൊള്ളാമല്ലോ സർ, ആ ക്രിമിനലിനെ പിടിച്ചു എന്നുള്ള ഫ്ലാഷും പുറത്തു വരുന്നുണ്ട്. നരേന്ദ്രൻ പറഞ്ഞു. ജനങ്ങളെ മാത്രമല്ല പോലീസിനെയും വഴിതെറ്റിക്കും ചാനലുകൾ. സംഗതി പകുതി സത്യമാണ് അനന്തു. ക്രിമിനൽ ആരാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. തുണിയിൽ പൊതിഞ്ഞിരുന്ന വുഡ് കട്ടർ അനന്തകൃഷ്ണൻ നേരെ നീട്ടി നരേന്ദ്രൻ പറഞ്ഞു. ഇതാണ് കാലും കൈയും നാവുമൊക്കെ മുറിച്ച ആ വുഡ് കട്ടർ. ഇപ്പോഴും ഇതിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്. പ്രോബബിളി അത് യൂസഫിൻ്റെയാവാം. ഫോറൻസിക് ലാബിലയച്ച് ഫിംഗർ പ്രിൻറ്റും ബ്ലഡ് സ്റ്റെയിനും ട്രേസ് ചെയ്യണം. അനന്തകൃഷ്ണന് ആകാംക്ഷ അടക്കാനായില്ല. അയാൾ ചോദിച്ചു, അതാരാണ് സർ? മറ്റാരുമല്ല, നമ്മുടെ ഹരിശാന്തിൻ്റെ ഫാദർ അരവിന്ദാക്ഷൻ. നരേന്ദ്രൻ നടന്നതെല്ലാം അനന്തകൃഷ്ണനോട് പറഞ്ഞു. അനന്തകൃഷ്ണൻ സ്തബ്ധനായി. അപ്പോൾ അയാൾ നിഖിലിൻ്റെ പിന്നാലെയാവില്ലേ ഇപ്പോൾ? അതെ. പക്ഷേ ആ ചെറുക്കൻ എങ്ങോട്ടാണ് പോയതെന്ന് യാതൊരു രൂപവുമില്ല. ഏതു സമയത്തും ആക്രമണമുണ്ടാവാം. കണ്ടുപിടിക്കണമല്ലോ അയാളെ. ഈ സിറ്റി മുഴുവൻ വെറുതെ അലഞ്ഞു തിരിഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ പുതിയ ടിഗ്വാൻ്റെ പിന്നാലെ തന്നെയുണ്ടാവില്ലേ അരവിന്ദാക്ഷൻ? അനന്തകൃഷ്ണൻ ചോദിച്ചു. ഒരു നിമിഷം നരേന്ദ്രൻ നിശബ്ദനായി. അയാൾ എന്തോ ആലോചിക്കുകയാണെന്ന് അനന്തകൃഷ്ണന് മനസ്സിലായി. ഒടുവിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നരേന്ദ്രൻ ചോദിച്ചു, മീഡിയ ഇപ്പോഴും പുറത്തുണ്ടോ? ഉണ്ടാവണം. എങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അരവിന്ദാക്ഷൻ്റെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കണം. യെസ് സർ. ഹരിശാന്ത് അത്ര പെട്ടെന്ന് അത് തന്നെന്ന് വരില്ല. അച്ഛൻ വലിയൊരു ഹീറോയാണ് ഇപ്പോഴവൻ്റെ മനസ്സിൽ. എനിവേ, നമുക്കത് കിട്ടിയേ തീരുവനന്തു. സർ, നമ്മൾ ആ ന്യൂസ് ഫ്ലാഷ് ചെയ്യാൻ പോവുകയാണ്, അരവിന്ദാക്ഷൻ്റെ ഫോട്ടോ സഹിതം. അതിനു മുൻപ് ADGP ശ്യാമള മാഡവുമായി ഡിസ്കസ് ചെയ്യണം. നമ്മൾ പുറത്തുവിടുന്ന വാർത്തയിൽ വിശ്വനാഥൻ്റെ മകനെ അരവിന്ദാക്ഷൻ ചേസ് ചെയ്യുകയാണെന്ന വാർത്ത അടിവരയിട്ട് പറയണം. ടിഗ്വാൻ, ഇളം നീല നിറം, ഫോർ രജിസ്ട്രേഷൻ. അടുത്ത ഭാഗം നാളെ.